ഈ കുബൂസും അതിൻ്റെ ഒപ്പം ഒരു കറിയെല്ലാം കൂടി കൊണ്ടുവന്ന് വെച്ചപ്പോൾ എന്നോട് പാർന്നൊരു ഉസ്താദ് പറഞ്ഞു, മോനെ ഇവിടെ എങ്ങനെ നിസ്കരിച്ചാലും ശരിയാവും, എന്ത് കഴിച്ചാലും ഇവിടെ വിശപ്പ് വരും, എവിടെ കിടന്നാലും ഉറങ്ങുകയും ചെയ്യും, അങ്ങനത്തെ രാജ്യമായിരുന്നു. അതാ അപ്പോൾ അതാണ് ഗൾഫിൽ നമ്മൾ കുറച്ചു കാലം ഒന്ന് താമസിക്കുമ്പോൾ നമുക്കൊരു ജീവിതം മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുന്നത് പ്രവാസികളായ സുഹൃത്തുക്കളെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും നിങ്ങളെ ജീവിതം, ഞാൻ അവിടെ വന്നും പറയാറുണ്ട്, എന്താണ്, ഒരു മേശപ്പുറത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന മെഴുകുതിരിയാണ് ഒരു പ്രവാസി സഹോദരൻ. അവൻ ഉരുകുകയാണ്. ഗൾഫിൽ ഇപ്പോ ഈ വർഷത്തെ റമളാനു ശരീഫിൽ 14 മണിക്കൂർ നോമ്പെടുക്കേണ്ടി വരും. കഠിനമായ ചൂടാണ് ഗൾഫിലെ എല്ലാ കൺട്രിയിലും, എല്ലാ സ്ഥലത്തും കഠിനമായ ചൂടാണ്. 14 മണിക്കൂർ അവിടെ നോമ്പ്, ഈ കഠിനമായ ചൂട്. ഇവിടെ ആണെങ്കിലോ മണിക്കൂറിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഇവിടെ നല്ല മഴക്കാലം. ഇപ്പൊ ബറാത്തിന്റെ നോമ്പ് മാറ്റല്ലേ, നമ്മൾ തുറക്കാനായിട്ടും തുറക്കണമെന്ന് തോന്നുന്നില്ല, പിന്നെ തുറക്കാണ്ടെന്നാ പറ്റൂല്ലോ എന്ന് വിചാരിച്ചിട്ട്. അത്രയും നല്ല മഴയും തണുപ്പുമാണ് ഇവിടെ. ഈ വ്യത്യാസത്തിൽ നമ്മൾ അവിടെ കടന്ന് ഉരുകുകയാണ്, ഗൾഫിൽ കടന്ന് ഉരുകുകയാണ് നിങ്ങൾ. ആ ഉരുകി ഒരു മാസം നിങ്ങൾ ഉരുകിയാൽ 1000 റിയാൽ, 1000 ദിർഹംസ് അത് കയ്യിൽ കിട്ടും. അത് കുവൈത്ത് ഒമാനൊക്കെ ആകുമ്പോൾ 1000-100 വരും. ഞാൻ ആദ്യം കുവൈത്ത് പോയപ്പോൾ ആരോടും സംഭാവന ഒന്നും വാങ്ങിയില്ല. എന്താ വെച്ചാൽ ആരോട് സംഭാവന, അവനോട് ശമ്പളം ചോദിച്ചപ്പോൾ 50 റുപ്യാണെന്ന്, മറ്റവനോട് ചോദിച്ചപ്പോൾ 40 റുപ്യാന്ന്. ഞാൻ ഇവിടുന്ന് 1000 റുപ്യ ശമ്പളമുള്ള ആൾ പോയതാ. ഞാൻ വിചാരിച്ചു ഈ മിസ്കിന്മാരോട് എന്ത് വാങ്ങാനാണ് വിചാരിച്ചു. ഇവർ 1000 റുപ്യ, ഇവർ 50 റുപ്യ 40 റുപ്യ എന്നാ പറയുന്നതും. ഞാൻ വിചാരിച്ചു പാവങ്ങൾ, കലേ പ്രവാസികളെ പറ്റിയിട്ട് പത്രത്തിൽ ഇങ്ങനെ കാണുകയും ചെയ്യാം, അതിൽപ്പെട്ട ആളായിരിക്കും ഇതെന്ന് വിചാരിച്ചിട്ട് ആ പോക്കിൻ്റെത് വെറുതെ ആയിപ്പോയി, പാവം വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ ഇത് അറിയുന്നത് അത് കുവൈത്തിൽ 50 അപ്പോ ഇരിക്കട്ടെ, അത് വേറെ ഒരു കഥ. അപ്പോ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ ഈ പ്രവാസികളായി നമ്മളവിടെ ഉരുകി ഒരു മാസം തീർന്നപ്പോൾ 31-ാം തീയതി 30-ാം തീയതി 1-ാം തീയതി ഒക്കെ നമുക്ക് കിട്ടിയപ്പോൾ 100, 50, 1000 കിട്ടിയപ്പോൾ അത് നാട്ടിലേക്ക് കണക്ക് കൂട്ടി നോക്കുമ്പോൾ കുറച്ച് കൂടുതലുണ്ട്. അൽഹംദുലില്ലാഹ്. UAE-യിലെ 1000 ഇവിടുത്തെ 12,000 ഉണ്ട് അല്ലേ, സൗദിയിലെ 1000 ഇവിടുത്തെ 11,500 ഉണ്ട്. ഇങ്ങനെ വന്നപ്പോൾ നമ്മൾ അവിടുത്തെ വെള്ളം, ലൈറ്റ്, താമസം, ബാക്കിയുള്ളതൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ ബാക്കി വന്ന 5000-ൽ നിന്ന് 1000 പള്ളിയിലേക്ക്, 1000 മദ്രസയിലേക്ക്, 2000 കുടുംബത്തിലേക്ക്, 1000 മരണപ്പെട്ടു പോയ അയൽവാസിയായ ഒരാൾ പറ്റ കഷ്ടപ്പാടുണ്ട്, അവർക്ക് ആദ്യത്തെ ശമ്പളത്തിൽ നിന്ന് ഇങ്ങനെ നിങ്ങൾ അയച്ചു കൊടുത്തു. ഒരു മാസം ഉരുകിയപ്പോൾ നിങ്ങൾ ആ ഒരു മാസം ഉരുകിയതിന്റെ ഫലം എന്താണ്? ഇവിടെ കുറെ ആളുകൾക്ക് വെളിച്ചം കണ്ടു. ഉമ്മാക്ക്, വാപ്പാക്ക് അവിടെ മരുന്ന് വാങ്ങാൻ, ഇവിടെ ചികിത്സക്ക്, മറ്റിടത്ത് വീടുണ്ടാക്കാൻ, എത്തിയും കുട്ടിയെ കെട്ടിക്കാൻ. നിങ്ങൾ ആ ഉരുകിയതിന്റെ മെഴുകുതിരിയായി നിങ്ങൾ ഉരുകിയാലോ. മെഴുകുതിരിക്കൊരു സമാധാനമുണ്ട്. എന്താ? ഞാൻ ഉരുകിയാലും എന്റെ വെളിച്ചത്തിൽ മറ്റേയാൾക്ക് കത്തെഴുതാൻ പറ്റിയാലോ, എന്റെ വെളിച്ചത്തിൽ മറ്റേയാൾക്ക് ഖുർആൻ ഓതാൻ പറ്റിയാലോ, എന്റെ വെളിച്ചത്തിൽ മറ്റേയാൾക്ക് സുജൂദ് ചെയ്യാൻ പറ്റിയാലോ. മെഴുകുതിരിക്കൊരു സമാധാനം. ഞാൻ വെളിച്ചം കാണിച്ചു കൊടുത്തത് കൊണ്ടല്ലേ ഇവർക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റിയത്. എന്ന പോലെ പ്രവാസികളെ, നിങ്ങൾ ഒരു മാസം ഉരുകിയാൽ ഇവിടെ ഞങ്ങൾക്ക് ചെറിയ വെളിച്ചം കിട്ടും. അതാണ് നിങ്ങൾ ചെയ്യുന്ന സേവനം. ഈ സേവനത്തിൽ നിങ്ങൾ സേവനം ചെയ്യേണ്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലാഹുവിന്റെ ഖുർആൻ ഉണർത്തുന്നത് നിങ്ങളെ കുടുംബങ്ങൾ തന്നെയാണ്. കുടുംബത്തിൽപ്പെട്ട ആളുകൾ, നിങ്ങളെ വീട്ടിൽ ഭയങ്കര സൽക്കാരം നടക്കുന്നു, കുടുംബത്തിൽപ്പെട്ട ആരെയും വിളിച്ചിട്ടില്ല. നിങ്ങളെ വീട്ടിൽ ഭയങ്കരമായ ഉത്സവങ്ങൾ നടക്കുന്നു, കുടുംബത്തിൽപ്പെട്ട പാവങ്ങളെ വിളിച്ചിട്ടില്ല. നിങ്ങളെ മക്കൾ ഗൾഫിൽ നിന്നൊക്കെ വന്നു നോക്കുമ്പോൾ നല്ല നല്ല ചുറുചുറുക്കുള്ള മക്കൾ, ആ മക്കൾക്ക് നേരെ പെങ്ങളെ മക്കളെ അറിയില്ല, പെങ്ങളെ മക്കളെ അറിയില്ല. അങ്ങനെ കുടുംബത്തിൽപ്പെട്ട മക്കളെ ഒന്നും അവർക്ക് പരിചയം ഇല്ല. ഈ രൂപത്തിൽ കുടുംബങ്ങളുമായുള്ള അകൽച്ച ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇതെന്റെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾ വളരെ വലിയ ഗൗരവത്തോടു കൂടെ തന്നെ കണക്കിലെടുക്കേണ്ടതാണ്. ആകയാൽ പ്രവാസി ജീവിതത്തിൽ നിങ്ങൾ ലീവിന് വരുമ്പോൾ കുടുംബങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ നിങ്ങൾ ഒരു സമയം കണ്ടെത്തിയേ മതിയാകും. അങ്ങനെ കുടുംബങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുക. കുഞ്ഞുങ്ങൾ തമ്മിൽ കുടുംബങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബോധ്യപ്പെടുന്ന പരിചയങ്ങൾ വരുത്തി കൊടുക്കുക. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا إلى آخر الآية صدق الله العلي العظيم والصلاة والسلام عليك يا سيدي يا رسول الله
ഖുദ് ബിയദി ഖല്ലത ഹീലതി അദ്രികനി. ആദരണീയരായ ത്വാഹ തങ്ങളവറുകൾ, മറ്റു ഉസ്താദുമാർ, ഏറ്റവും പ്രിയങ്കരരായ പ്രവാസി കുടുംബ അംഗങ്ങളെ, അല്ലാഹു ഈ നല്ല മജ്ലിസിൽ ഒത്തുകൂടിയതുപോലെ കുടുംബസമേതം സ്നേഹജനങ്ങൾ ഒന്നിച്ച് സുഖലോക സ്വർഗത്തിലിരിക്കാൻ ഭാഗ്യം നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. നിങ്ങളെല്ലാം ഈ പ്രത്യേക കാലാവസ്ഥയിൽ പല സ്ഥലങ്ങളിൽ നിന്നും ഈ മഹത്തായ സഭ ലക്ഷ്യം വെച്ചു യാത്ര ചെയ്തു എന്നത് തന്നെ നിങ്ങളെ എത്ര സ്വാഗതം ചെയ്താലും നന്ദി പറഞ്ഞാലും മതിയാകാത്ത ഒരു സേവനവും ഒരു ഇബാദത്തുമാണ്. ഒരു നാട്ടിൽ നിന്ന് ഒരാൾ മറ്റൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്തു. അദ്ദേഹത്തിന് അവിടെയുള്ള ദീനിയായ ബന്ധവും അല്ലാതെ മറ്റൊരു ലക്ഷ്യവും ഇല്ല. അങ്ങനെയാണ് അയാൾ യാത്ര ചെയ്യുന്നതെങ്കിൽ എത്ര ദൂരം യാത്ര ചെയ്യുന്നുവോ അതിൻ്റെ 10 ഇരട്ടി അദ്ദേഹം നരകത്തിൽ നിന്ന് ദൂരെ പോവുകയും അത്രയും 10 ഇരട്ടി അയാൾ സ്വർഗത്തിലേക്ക് അടുക്കുകയും ചെയ്യുമെന്നാണ് ഹദീസ് പണ്ഡിതന്മാർ നമുക്ക് ഹദീസ് വെച്ചുകൊണ്ട് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. നല്ല കാര്യത്തിലേക്ക് ഒരാൾ നടക്കുക, നല്ല കാര്യത്തിലേക്ക് ഒരാൾ യാത്ര ചെയ്യുക. ആ യാത്രയെ സംബന്ധിച്ച് എന്താണ് ഓർമ്മപ്പെടുത്തുന്നത്? ലികുല്ലി ഖത്വത്തിൻ ഹസന, ഓരോ ചവിട്ടടിക്കും നന്മയുണ്ട്. എങ്ങനെയാണ് ആ നന്മയുടെ തോത് നമുക്ക് മനസ്സിലാകുക? ഉദാഹരണത്തിന് വീട്ടിൽ നിന്നിറങ്ങി അടുത്ത പള്ളിയിലേക്ക് ജമാഅത്തിന് നടക്കുക, ഹജ്ജിന് യാത്ര ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യാത്ര ചെയ്യുക. ഓരോ ചവിട്ടടിക്കും റഹ്മത്ത്. അതെങ്ങനെയാണ്? ഇടത് കാൽ വെച്ചപ്പോൾ ഒരു 100 അടി നടക്കാനുള്ള പള്ളിയിലെ ജമാഅത്തിന് നടക്കുക. അപ്പൊ 50 അടി ഒരു കാല് വെച്ചു, 50 അടി ഒരു കാല്. ഇടത് കാൽ 50 അടി വെച്ചപ്പോൾ 50 അടി, അതിന് 1-ന് 10, 500 അടി നരകത്തിൽ നിന്ന് ദൂരെ പോയി. വലത് കാൽ 50 അടി വെച്ചപ്പോൾ 500 അടി സ്വർഗത്തിലേക്ക് അടുത്തു. ദിവസവും 5 നേരം പള്ളിയിലേക്ക് ജമാഅത്തിന് 100 അടി നടക്കുന്ന ആൾ ഓരോ ദിവസവും നരകത്തിൽ നിന്ന് എത്ര ദൂരെ പോകുന്നു, സ്വർഗത്തിലേക്ക് എത്ര അടുക്കുന്നു. ഇതേപോലെ പ്രതിഫലം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ഇതുപോലുള്ള ഒരു ഇബാദത്ത് യാത്ര നടത്തുന്നതിന്. ഓരോ സെക്കൻഡും എത്ര ദൂരം യാത്ര ചെയ്യുന്നുവോ അതെല്ലാം നരകത്തിൽ നിന്ന് ദൂരെ പോകാനും സ്വർഗത്തിലേക്ക് അടുക്കാനും കാരണമായ ഒരു ഇബാദത്താണ്. അങ്ങനെയുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് ഈ ഇരിക്കുന്ന നിങ്ങളെല്ലാം, ചെറിയ അമ്മിഞ്ഞപ്പാൽ കുടിക്കുന്ന കൊച്ചുമക്കളെ ചുമലിലേന്തി സഹോദരിമാർ ഇരിക്കുന്നുണ്ട്. വളരെ ഒരു കൊച്ചുകുട്ടിയെ ഒരു സ്നേഹിതൻ പേരോട് ഉസ്താദിനെ കൊണ്ടൊന്ന് ദുആ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി കാണിക്കാൻ കൊണ്ടുവന്നത് കണ്ടു. ചിലപ്പോഴൊക്കെ പ്രവാസികളായ നിങ്ങളോടൊപ്പം ഇങ്ങനെ ഒരു യാത്രയിൽ സംബന്ധിച്ചുകൊണ്ട് സന്തോഷം പങ്കുവെക്കുന്നതിന് ചിലപ്പോൾ പ്രായമുള്ള ഉമ്മമാരും ചുരുക്കം ഉപ്പമാരുമൊക്കെ അവരും വന്നിട്ടുണ്ടാകും. അൽഹംദുലില്ലാഹ്, എല്ലാം കൊണ്ടും ഇതൊരു നിറഞ്ഞ കുടുംബ സംഗമം ആണ്. ഈ കുടുംബ സംഗമത്തിൽ ഇൻഷാ അല്ലാഹ് പേരോട് ഉസ്താദിന്റെ വിലപ്പെട്ട ഉപദേശവും പ്രാർത്ഥനയുമാണ് നിങ്ങളുടെ പ്രതീക്ഷ. അതിനിടക്ക് എല്ലാവരും വരുന്നത് വരെ വെറുതെ ഇരിക്കണ്ടല്ലോ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ചില കാര്യങ്ങൾ നമുക്ക് മുമ്പിൽ പറയാം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ സ്ഥാപനം സിറാജുൽ ഹുദ, സന്മാർഗത്തിന്റെ ദീപം, സന്മാർഗത്തിന്റെ വെളിച്ചം. അൽഹംദുലില്ലാഹ്, മലയാളി മുസ്ലിംകൾ ഏതെല്ലാം രാഷ്ട്രങ്ങളിൽ താമസിക്കുന്നുവോ അവിടെയെല്ലാം ഇപ്പോൾ സിറാജുൽ ഹുദ എന്നത് അറിയപ്പെടുന്നുണ്ട്. ഒരു അർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ശരീരം കൊണ്ട് ഇവിടെ എത്തിയിട്ടില്ലെങ്കിലും മനസ്സുകൊണ്ട് ഇവിടെ എത്തിയവരാണ് ബഹുഭൂരിഭാഗവും. അത് കുറഞ്ഞ കാലം കൊണ്ട് ഈ സ്ഥാപനത്തിനുണ്ടായ വലിയ ഒരു നേട്ടമാണ്. ആ നേട്ടത്തിന്റെ പ്രധാന കാരണം മറ്റെല്ലാവരെക്കാളും എന്ന് പറയാം ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നുള്ള ഇഖ്ലാസിന് അള്ളാഹു നൽകിയ അംഗീകാരം തന്നെയാണ്. ആ അംഗീകാരത്തോടു കൂടെയുള്ള ആഫിയത്ത്
ദീർഘായുസോടുകൂടെ കൊടുത്ത് അള്ളാഹു അവരെയും നമ്മയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവാസികളെ 2 വർഷം 3 വർഷമൊക്കെ ഗൾഫ് രാഷ്ട്രത്തിൽ താമസിച്ച് 40 ദിവസം 30 ദിവസം 2 മാസം ഇങ്ങനെയൊക്കെയുള്ള ലീവിന് വരുമ്പോൾ ഇങ്ങനെ ഒരു അവസരം ലഭിക്കുക എന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നിധി തന്നെയാണ്. പ്രവാസികളായ സുഹൃത്തുക്കൾക്ക് പരസ്പരം അവരുടെ സുഖദുഃഖങ്ങൾ പങ്കുവെക്കാൻ, സ്ഥാപനങ്ങളൊക്കെ ഒന്ന് സന്ദർശിച്ചുകൊണ്ട് അവിടുത്തെ പ്രാർത്ഥനകളിൽ ചേരാൻ, നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് ഞങ്ങളെല്ലാം അവിടെ വരുമ്പോൾ നിങ്ങളുടെ റൂമും കിടക്കുന്ന സൗകര്യങ്ങളും നിങ്ങൾ ഒരുക്കി തരുന്ന ഭക്ഷണങ്ങളും മറ്റൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ദിവസങ്ങളോളം ഞങ്ങളെ കൂടെ തന്നെ നടന്ന് ഓരോ കാര്യത്തിന് സഹായിക്കാനും സഹകരിക്കാനും ഒക്കെ തയ്യാറാകുന്ന നിങ്ങൾക്ക് നിങ്ങൾ ആ അധ്വാനത്തിന്റെ ഫലം ഇവിടെ ഈ കാണുന്ന കണ്ടോ, ഈ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ, പള്ളികൾ, മദ്രസകൾ, കോളേജുകൾ, ഇവിടെയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം കുട്ടികൾ, ആ കുട്ടികളെല്ലാം കൂട്ടിക്കൊണ്ടുള്ള പ്രാർത്ഥനകൾ, ഇതൊക്കെ കാണുമ്പോൾ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ മറ്റെന്തൊക്കെ സമ്പാദിച്ചിട്ടുണ്ടോ അതിനേക്കാൾ വലിയ സമ്പാദ്യം ഞങ്ങൾ ഈ ഉസ്താദുമാർ വന്നപ്പോൾ സ്ഥാപനത്തെ സഹായിച്ചതാണ് എന്ന് നിങ്ങൾക്ക് കൂടി ബോധ്യപ്പെടുകയാണ്. വലാകിൻ യത്മഇന്ന ഖൽബി എന്ന് പറഞ്ഞല്ലോ, ആ ഇത്മഇനാനുൽ ഖൽബ് നിങ്ങൾക്ക് ഉണ്ടാവുകയാണ്. അല്ലാഹു തആല നിങ്ങളുടെ ഇതുപോലെ മറ്റു എല്ലാ പ്രവാസി സുഹൃത്തുക്കൾ എല്ലാവരുടെയും, നേരത്തെ കേട്ടുവല്ലോ നെറ്റിലൂടെ ക്ലാസ് റൂമിൽ ധാരാളം പേർ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലാഹു തആല എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, ഐഹിക ജീവിതം പാരത്രിക ലോകം സമ്പന്നമാക്കുന്ന കൃഷിയിടമാണ് എന്ന് പറഞ്ഞ ഹദീസിനെ വ്യാഖ്യാനിക്കുന്ന രൂപത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ. ഒന്ന്, ഏതൊരു കൃഷിയും അതിന് 3 ഘട്ടങ്ങളുണ്ട്. ഒന്ന്, കൃഷിക്ക് വിത്തിറക്കുന്ന സമയം. 2, ആ കൃഷി വിത്തിറക്കിയത് വാടിപ്പോകാതെ, ഉണങ്ങിപ്പോകാതെ, നശിച്ചു പോകാതെ അതിനെ സംരക്ഷിച്ച് നിലനിർത്തുന്ന സമയം. 3, ആ കൃഷികളിൽ നല്ലപോലെ കായ്ക്കനികൾ ഉണ്ടായി അത് പറിച്ച് വിറ്റ് ലാഭം കൊയ്തെടുക്കുന്ന സമയം. ഇങ്ങനെയാണ് ഒരു കൃഷിയുടെ സ്വഭാവം. എങ്കിൽ പാരത്രിക ലോകത്തേക്കുള്ള കൃഷിയുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല കൃഷിയുടെ കാലാവസ്ഥ റജബുൻ ഷഹ്റുല്ലാഹി വശഅബാനു ഷഹ്രി വറമളാനു ഷഹ്റു ഉമ്മത്തി. ഈ 3 മാസത്തെ പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. റജബ് കൃഷിക്ക് വിത്തിറക്കുന്ന സമയമാണ്. റജബുൻ ഷഹ്റുല്ലാഹ്, റജബ് ആഖിറത്തിലേക്കുള്ള കൃഷിയുടെ വിത്തിറക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് റജബ്. ആ വിത്ത് ഇറക്കിയത് നശിച്ചു പോകാതെ, വാടിപ്പോകാതെ അത് സംരക്ഷിക്കേണ്ട സമയം അതാണ് ശഅബാൻ. അതിൽ കായ്ക്കനികൾ പൂത്തുലഞ്ഞ് ഏറ്റവും നല്ല ലാഭത്തിന് വിൽക്കപ്പെടേണ്ടതാണ് റമളാനിന്റെ അവസാനത്തെ 10 ഒറ്റട്ട രാത്രികളെ സീസൺ മാർക്കറ്റ്. റജബ് മാസത്തിന്റെ തുടക്കം, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശം. ആദം നബി അലൈഹിസ്സലാം മുതൽക്ക് ഇങ്ങോട്ട് മിൻ സുൽബി നബിയിൻ ഇലാ സുൽബി നബിയിൻ ഹത്താ സിർതു നബിയ്യ, ഒരു നബിയിൽ നിന്ന് അടുത്ത നബിയിലേക്ക് റസൂലുള്ളാഹിയുടെ ആ പ്രകാശത്തെ ഇങ്ങനെ അള്ളാഹു കൊണ്ടുവന്നിട്ട് അത് അബ്ദുള്ള തങ്ങളിൽ നിന്ന് ആമിന ബിബിയുടെ ഗർഭാശയത്തിലേക്ക് നീങ്ങാനുള്ള തുടക്കം അത് റജബിലായിരുന്നു. ലോകത്ത് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഒരാൾക്കും അള്ളാഹു കൊടുത്തിട്ടില്ലാത്ത മഹാഭാഗ്യം, അള്ളാഹുവിനോട് നേരിട്ട് അഭിമുഖ സംഭാഷണത്തിന് അവസരം കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. അത് റജബിലായിരുന്നു. അള്ളാഹുവിനെ അംഗീകരിച്ച് വിശ്വസിക്കുന്ന അടിമകളും അംഗീകരിക്കാത്ത അടിമകളും തമ്മിൽ വേർതിരിക്കുന്ന ഇബാദത്താണ് നിസ്കാരം. അത് അള്ളാഹു നൽകിയത് റജബിലാണ്. വിത്തിറക്കാൻ ഏറ്റവും പറ്റിയ ടൈം ഇതാണെന്ന്
ഏറ്റവും പ്രധാനപ്പെട്ട ഈ 3 സംഭവങ്ങളിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തി തന്നത് മുഹീദ്ദീൻ ഷേഖ് തങ്ങൾ നമ്മെ ഒന്നുകൂടി ഉണർത്തുന്നത് കാണാം. രണ്ടാമത്, കൃഷിയിൽ വെച്ചുകൊണ്ട് നാം ഒരു ബിസിനസ്സോ ഒരു കൃഷിയോ ഒക്കെ ചെയ്യുമ്പോൾ ഏറ്റവും ലാഭകരമായ കൃഷിയാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക. ഏറ്റവും ലാഭം കിട്ടുന്നത് ഏതാണ്? എന്നാൽ ഈ ശഅബാൻ മാസത്തിലാണ് അല്ലാഹു തആല ഏറ്റവും ലാഭമുള്ള കൃഷി നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതേതായിരുന്നു? കളിയിലും കാര്യത്തിലും തമാശയിലും നടത്തത്തിലും ഇരുത്തത്തിലും ഉറക്കത്തിൽ പോലും ശുദ്ധിയിലും അശുദ്ധിയിലും കുട്ടിയും വലിയവരും വ്യത്യാസമില്ലാതെ ആര് ചൊല്ലിയാലും പ്രതിഫലം കിട്ടുന്ന ഇബാദത്താണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്. ആ സ്വലാത്താകുന്ന പാരത്രിക ലോകത്തേക്കുള്ള കൃഷി അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പന്നമായി നമുക്ക് നൽകിയത് ഈ ശഅബാൻ മാസത്തിലാണ്. കണ്ടോ? അങ്ങനെ എല്ലാം കൊണ്ടും സമ്പന്നമായ ശഅബാൻ കഴിയുമ്പോൾ റമളാനു ശരീഫ്. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഈ പ്രവാസി സംഗമത്തിൽ നാം ഒത്തുകൂടിയിരിക്കുന്നത് പാരത്രിക ലോകത്തേക്കുള്ള കൃഷി ഏറ്റവും കൂടുതൽ സമ്പന്നമാക്കി നിർത്തേണ്ട ശഅബാനിലാണ്. അതുകൊണ്ട് തന്നെ ആ പാരത്രിക കൃഷിയിലേക്ക് ഉപകരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളെ മുമ്പിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ധാരാളമായി ക്ലാസുകളും ചർച്ചകളും കേട്ട് പരിചയം ഉള്ള എൻ്റെ പ്രവാസി സുഹൃത്തുക്കളോട് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന ആശയങ്ങളിൽ 2 രൂപത്തിലുണ്ട്. ഒന്ന്, സൃഷ്ടാവും നമ്മളും നേരിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. 2, സൃഷ്ടാവുമായി ബന്ധപ്പെട്ടത് തന്നെ സൃഷ്ടികളെ കൂടി പങ്കാളികളാക്കി ചെയ്യേണ്ട കാര്യങ്ങൾ. ഉദാഹരണത്തിന്, നോമ്പ് എടുക്കുക അള്ളാഹുമായി നേരിൽ ബന്ധപ്പെട്ട ഇബാദത്താണ്. നോമ്പ് എടുത്തവനെ തുറപ്പിക്കുക അള്ളാഹുവിന്റെ സൃഷ്ടിയെ കൂടി കൂട്ടി ചെയ്യേണ്ട ഇബാദത്താണ്. ഇങ്ങനെ രണ്ടും ചേർന്ന്, സൃഷ്ടികളുമായി ബന്ധപ്പെട്ട് ചേർന്നതും അള്ളാഹുമായി നേരിൽ ബന്ധപ്പെട്ടതും രണ്ടും ചേർന്നതാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്ന ആരാധനകൾ. നമ്മുടെ കൂട്ടത്തിൽ 2 തരം ആളുകളെ കാണാം. ചില ആളുകൾ എന്ത് ചെയ്യും? നിസ്കാരം, നോമ്പ്, ദിക്റ്, സ്വലാത്ത് ഗംഭീര, പക്ഷെ ഒരാൾക്കും ഒരു ഉപകാരം അയാൾ ചെയ്യൂല. വേറെ ചില ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനും ഉപകാരങ്ങളൊക്കെ ചെയ്യാനും വളരെ തൽപരനാണ്, പക്ഷേ ഒരു വഖത്ത് നിസ്കരിക്കാൻ അയാളെ കിട്ടൂല. ഇവർ രണ്ടിൽ സ്വർഗത്തേക്ക് പോണ ആളാരാ? നമ്മൾ തമ്മിൽ അറിയാത്ത പ്രവാസികളൊന്നുമല്ല. നിങ്ങളിങ്ങനെ ബേജാറായി ഇരിക്കേണ്ട കാര്യമൊന്നുമല്ല. നിങ്ങൾ മൈസറയിൽ ഏടിട്ടിയ മാതിരി ആ കൂടെ ബേജാറായിട്ട് എന്താ സംഭവിക്കുക പഠിച്ചോനെ എന്നുള്ള ആ രീതിയിൽ ഇരിക്കുമെന്നും വേണം. നമ്മൾ ലത്തീഫ് ഹാജി അറിയുന്ന ആൾക്കാരല്ലേ ഒക്കെ, സൗദി മുതൽക്ക് അതായിരിക്കുന്ന സൗദിക്കാർ. അപ്പോൾ എല്ലാവരും നമ്മൾ അറിയുന്ന ആളുകൾ തന്നെയാണ്. ആരാ സ്വർഗത്തേക്ക് പോണ ആള് ഈ കൂട്ടത്തിൽ? നമ്മളങ്ങനെ ഉണ്ടാതിരുന്നുകൊണ്ട് രക്ഷപ്പെടും. ഞങ്ങളുടെ നാട്ടിൽ പണ്ട് മുഫത്തിഷ് വന്നു. മദ്രസന്ന് കുട്ടികളോട് ചോദിച്ചു, സ്കൂളിന്റെ 14ാമത്തെ ഫർള് ഏതാന്ന് ചോദിച്ചു. അപ്പൊ 2 കുഞ്ഞുങ്ങൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞങ്ങളിവിടെ ഈ പുഴയിൽ ഇറങ്ങിയിട്ട് മുങ്ങലാണ്. പിന്നെ 13, 14 നോക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോ നിങ്ങളങ്ങനെ മുങ്ങാങ്ങളെ വിടൂല. അപ്പോ ഇരിക്കട്ടെ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അഷ്റഫുൽ മഖ്ലൂഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ നമുക്ക് കാണിച്ചു തന്നതാണ്. ദീൻ നമ്മുടെ മുമ്പിൽ വരച്ച് പഠിപ്പിച്ചതാണ്. ദീനിയായ ജീവിതം എങ്ങനെയെന്ന് മാതൃക കാണിച്ചതാണ്. ആ മാതൃകയിൽ 2. 1 അള്ളാഹുമായി നേരിൽ ബന്ധപ്പെട്ടത്, 2 അള്ളാഹുവിന്റെ സൃഷ്ടികളെ കൂടി കൂട്ടി ബന്ധപ്പെട്ടത്. ഇത് രണ്ടും അംഗീകരിച്ചു പോകുന്നവരാരോ അവരാണ് സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുന്നവർ. ഒന്നെടുത്തു, ഒന്ന് ഉപേക്ഷിച്ചു, ഒന്നുപേക്ഷിച്ചു, ഒന്നെടുത്തു. ഇവർ 2 ആളും വിശ്വാസം പൂർണ്ണമായവരല്ല, അവരെ കർമ്മങ്ങളും പൂർണ്ണമായവരല്ല. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആൾ അള്ളാഹു പറഞ്ഞ 2ഉം ചെയ്യണം. അത് വിശുദ്ധ ഖുർആൻ 3 ആയത്തുകളിലൂടെ തുടരെ പഠിപ്പിച്ചത് കാണും. ഈ ആശയത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്ന 3 ആയത്തുകൾ നമുക്ക് കാണും. 1, അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ. അള്ളാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുകയും വഴിപ്പെടുകയും അനുസരിക്കുകയും ചെയ്യണം. വ അത്തിഉർ റസൂൽ, നബി മുഹമ്മദുർ റസൂലുള്ളാഹ്.
അള്ളാഹുവിന്റെ റസൂലിനെയും നിങ്ങൾ ഭയപ്പെടണം, വഴിപ്പെടണം, അനുസരിക്കണം. രണ്ടും വിശദീകരിക്കേണ്ടതാണ്. അപ്പൊ ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിന്റെ റസൂലിനെയും ഒരായത്ത്. ഇനി അതേപോലെ മറ്റൊരായത്തിൽ തുടരെ നമുക്ക് കാണാം, അഖീമുസ്സലാത്ത വആത്തുസ് സക്കാത്ത്, നിസ്കാരത്തെ നിങ്ങൾ കൃത്യമായി നിർവഹിക്കണം, വആത്തുസ് സക്കാത്ത്, സക്കാത്തും കൊടുത്തു വീട്ടുക തന്നെ വേണം. നിസ്കാരം എന്നത് അള്ളാഹുമായി നേരിൽ ബന്ധപ്പെട്ടതാണ്. സക്കാത്ത് അള്ളാഹുവിന്റെ സൃഷ്ടികളെ കൂടി കൂട്ടിയിട്ട് ചെയ്യേണ്ടതാണ്. അഖീമുസ്സലാത്ത വആത്തുസ് സക്കാത്ത്. ഇനിയും അല്ലാഹു തആല മൂന്നാമതൊരായത്തിൽ കാണാം, അനിഷ്കുർലി വലിവാലിദൈക്. അള്ളാഹു പറയുന്നു, നിങ്ങളെ സൃഷ്ടിക്കാൻ കാരണക്കാർ, നിങ്ങളെ എല്ലാ നിലക്കും നിങ്ങളെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ച് പോറ്റി വളർത്തുന്നവൻ ഞാനാണ്. പക്ഷേ അതിന് ഞാൻ കാരണമായി വെച്ചത് നിങ്ങളെ മാതാപിതാക്കളെയാണ്. അനിഷ്കുർലി, നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്യണം, നിങ്ങളെ മാതാപിതാക്കൾക്കും. എന്താണ് ഈ ആയത്തുകളൊക്കെ മനസ്സിലാക്കി തരുന്നത്? അള്ളാഹ്, അവന്റെ സൃഷ്ടികൾ, അള്ളാഹുവിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അള്ളാഹുവിന്റെ സൃഷ്ടികളോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. സൃഷ്ടികൾ എന്നതിൽ മനുഷ്യരുണ്ട്, മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, മറ്റ് ജീവജാലങ്ങളുണ്ട്. ഓരോന്നിനും അർഹതപ്പെട്ട രീതിയിലാണ്. അർഹതപ്പെട്ട രീതി എന്ന് പറഞ്ഞാൽ അദ്ദീനു അന്നസിഹ, ദീൻ എന്ന് പറഞ്ഞാൽ അർഹതപ്പെട്ടത് അർഹമായതിന് വകവെച്ചു കൊടുക്കലാണ്. ഖാലു, സ്വഹാബാക്കൾ ചോദിച്ചു, ലിമൻ യാ റസൂലല്ലാഹ്, ആർക്കൊക്കെ അർഹതപ്പെട്ടത് എന്നാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിന് അർഹതപ്പെട്ടത്, അമ്പിയാക്കൾക്ക് അർഹതപ്പെട്ടത്, കിതാബുകൾക്ക് അർഹതപ്പെട്ടത്, ഭരണാധികാരികൾക്ക് അർഹതപ്പെട്ടത്, ഭരണീയർക്ക് അർഹതപ്പെട്ടത്, പലതുമുണ്ട് അർഹതപ്പെട്ടത്. സാധാരണഗതിയിൽ പറഞ്ഞാൽ മാതാപിതാക്കളെ ആദരിക്കുക, അവർക്ക് അർഹതപ്പെട്ടതാണ്. ഗുരുനാഥന്മാരെ ബഹുമാനിക്കുക, അവർക്ക് അർഹതപ്പെട്ടതാണ്. ഭരണാധികാരികളെ അനുസരിക്കുക, അവർക്ക് അർഹതപ്പെട്ടതാണ്. ഭാര്യമാരെ സ്നേഹിക്കുക, അവർക്ക് അർഹതപ്പെട്ടതാണ്. കുട്ടികളോട് വാത്സല്യം കാണിക്കുക, അവർക്ക് അർഹതപ്പെട്ടതാണ്. അർഹമായത് അർഹമായതിന് വകവെച്ചു കൊടുക്കുക. അപ്പോൾ സൃഷ്ടികൾക്ക് അർഹമായതുണ്ട്, സൃഷ്ടാവിന് അർഹമായതുണ്ട്. അത്തിയുല്ലാഹ്, സൃഷ്ടാവിന് അർഹമായത്. അത്തിയുർ റസൂൽ, റസൂലുള്ളാഹിക്ക് അർഹതപ്പെട്ടത്. അത് ഏതെല്ലാം വിഷയങ്ങളിൽ പരന്നു കിടക്കുന്നു? ധാരാളമായി വിശദീകരിക്കാനുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് രണ്ടും ചേർന്നതാണ് ദീന്. അപ്പോൾ നിസ്കാരമുണ്ടാവണം, നോമ്പുണ്ടാവണം, അതേപോലെ തന്നെ സക്കാത്ത് കൊടുക്കണം, ദാനധർമ്മങ്ങൾ വേണം. അങ്ങനെ അങ്ങോട്ട് രണ്ടും ചേർന്നതാണ് ദീൻ. ഒന്നെടുത്തു, ഒന്ന് ഉപേക്ഷിച്ചു, അത് പറ്റില്ല. രണ്ടും ചേർന്ന ജീവിതം. അപ്പൊ സ്വർഗത്തിലേക്കുള്ള യാത്ര അള്ളാഹു എളുപ്പമാക്കി തരും. അതിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അങ്ങനെയുള്ള അള്ളാഹുമായി ബന്ധപ്പെട്ടതിൽ വിശ്വാസത്തിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം നിസ്കാരമാണെങ്കിൽ, സൃഷ്ടികളുമായി ബന്ധപ്പെട്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കടമ നിൽക്കുന്നത് മാതാപിതാക്കളോടാണ്. പ്രവാസി സുഹൃത്തുക്കളെ, ഇവിടെ നിങ്ങളുടെ ഈ ഒരു മാസം അല്ലെങ്കിൽ 40 ദിവസം 90 ദിവസം എത്രയായാലും ഇരിക്കട്ടെ, ആ ലീവ് കഴിയുന്നതിനിടക്ക് നിങ്ങൾ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ ആ ലീവ് ദിവസങ്ങളെ ഉപയോഗപ്പെടുത്താൻ ഏകദേശം ഒരു കാൽക്കുലേറ്റ് ചെയ്തൊരു കണക്ക് നിങ്ങളെടുക്കലുണ്ടാകും. ഈ കണക്കിൽ നിങ്ങളുടെ അകന്നതും അടുത്തതുമായ കുടുംബങ്ങളിലേക്ക് പോകാൻ എത്ര സമയം നിങ്ങൾ നീക്കിവെച്ചിട്ടുണ്ട്? നിങ്ങൾ സിറാജുദയിൽ പോകണം എന്ന് വെച്ചിട്ടുണ്ട്, അൽഹംദുലില്ലാ. നിങ്ങൾ മർക്കസിൽ പോകണം എന്ന് വെച്ചിട്ടുണ്ട്, നിങ്ങൾ സലാത്ത് നഗറിൽ പോകണം എന്ന് വെച്ചിട്ടുണ്ട്. താജുൽ ഉലമ തങ്ങൾക്ക് വയസ്സ് 94 നിൽക്കുകയാണ്. അപ്പൊ താജുൽ ഉലമയെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അല്ലാഹു തആല താജുൽ ഉലമ തങ്ങൾക്ക് AP ഉസ്താദിനൊക്കെ അല്ലാഹു ദീർഘായുസ് കൊടുക്കുമാറാവും. നമ്മുടെ ആലിമീങ്ങൾക്കൊക്കെ അല്ലാഹു സിഹത്തും ആഫിയത്തും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവും. അതൊക്കെ നിങ്ങളുടെ കണക്കിലുണ്ട്. നിങ്ങളുടെ അകന്നതും അടുത്തതുമായ കുടുംബങ്ങൾ. കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് രക്തബന്ധത്തിൽ കുടുംബങ്ങൾ, മറ്റൊന്ന് വിവാഹബന്ധത്തിൽ കുടുംബങ്ങൾ. ഈ രണ്ട് കുടുംബങ്ങളിലേക്കൊന്ന് യാത്ര ചെയ്യാൻ നിങ്ങൾ എത്ര സമയം നീക്കിവെച്ചിട്ടുണ്ട്? അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്തും ഒരു കടമയും ഒരു കർത്തവ്യവും ആണ് എന്ന കാര്യം എന്റെ പ്രവാസി സുഹൃത്തുക്കൾ ഓർക്കണം. അതിന് ഭാര്യ ഭർത്താക്കൾ തമ്മിൽ ഒരു ചെറിയ ഒരു ഐക്യം ആ വിഷയത്തിൽ വേണം. എങ്ങനെയാണ് വേണ്ടത്?
ഭർത്താവിന്റെ കുടുംബത്തിലേക്ക് പോകാൻ ഭാര്യയുടെ ഭാഗത്ത് നിന്ന് നല്ല സപ്പോർട്ട് വേണം. അല്ല, നിങ്ങളെ ജ്യേഷ്ഠന്റെ അവിടെ ഒന്ന് പോകണ്ടേ? നമുക്ക് നിങ്ങളെ പെങ്ങള് പ്രസവിച്ച് കിടക്കുകയാണെന്ന് പറഞ്ഞാൽ അവിടെ ഒന്ന് പോയി നോക്കണ്ടേ? ഭർത്താവിന്റെ കുടുംബങ്ങളിലേക്ക് പോകാൻ ഉള്ള അമിതമായ താല്പര്യവും പ്രേരണയും ആരുടെ ഭാഗത്ത് നിന്ന് വരണം? ഭാര്യയുടെ ഭാഗത്ത് നിന്ന് വരണം. ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് വരേണ്ടത് ഭാര്യ കുടുംബത്തിലേക്ക് പോകാനുള്ള പ്രേരണയാണ്. ഭാര്യയോട് ഭർത്താവ് ചോദിക്കണം, അല്ല നിന്റെ അനിയത്തെ കല്യാണം കഴിച്ച് അയച്ചു എന്ന് പറഞ്ഞു, നമ്മളോ കല്യാണത്തിനോ നമ്മൾ കൂടിയിട്ടില്ല, അവരെ കെട്ടിച്ച വീട്ടിലൊക്കെ നമുക്കൊന്ന് പോണ്ടേ? അവരെ കുടുംബങ്ങളിലൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാൻ പോയി നോക്കണ്ടേ? അങ്ങനെ ഭാര്യ കുടുംബത്തിലേക്ക് പോകാനുള്ള താല്പര്യം ഭർത്താവിന്റെ ഭാഗത്തു നിന്നും, ഭർത്താവിന്റെ കുടുംബത്തിലേക്ക് പോകാനുള്ള താല്പര്യം ഭാര്യയുടെ ഭാഗത്തു നിന്നും, ഇങ്ങനെ വരുമ്പോൾ അത് മാനസികമായ പൊരുത്തം കൂടുതൽ വർദ്ധിപ്പിക്കും. അല്ലാതെ ഭർത്താവിന്റെ കുടുംബത്തേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ മൂപ്പത്തിയാർക്ക് അന്നില്ലാത്ത അസുഖമല്ല. കാരണം പണ്ട് ഗൾഫിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയ 1-2 പ്രശ്നങ്ങളൊക്കെ ഉള്ളവരൊക്കെ അക്കൂട്ടത്തിലുണ്ട്. ആ പ്രശ്നം ഗൾഫിൽ 8 കൊല്ലം 10 കൊല്ലം താമസിച്ചിട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് ഇപ്പോഴും വിട്ടുപോയിട്ടില്ലെങ്കിൽ നിങ്ങൾ സിറാജുൽ ഹുദീക്കല്ല ഏത് ഹുദീക്ക് പോയിട്ടും യാതൊരു പ്രതിഫലവും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട. കുടുംബ സംഗമം എന്ന ഈ പ്രത്യേകമായ മജ്‌ലിസിൽ ഞാൻ ആ വിഷയം ഒന്ന് ഊന്നിപ്പറയുന്നത്, ഇന്നത്തെ കാലഘട്ടങ്ങളിൽ അത് കുറഞ്ഞു വരികയും അള്ളാഹുവിന്റെ ഖുർആനും ഹദീസുകളും ചരിത്രങ്ങളും നോക്കിയാൽ പ്രതിഫലങ്ങളുടെ കൂമ്പാരങ്ങളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന വിഷയമാണ് കുടുംബം. അതുകൊണ്ട് പ്രവാസി സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഈ ലീവ് ദിവസങ്ങളിൽ കുടുംബങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ പ്രത്യേകമായ ദിവസങ്ങൾ നീക്കിവെക്കണം. നിങ്ങൾക്ക് അവിടെ പോകാനുണ്ട്, ഇവിടെ പോകാനുണ്ട്, ശരി, എല്ലാ സ്ഥലത്തും പോകണം. വരുന്നതിനിടയ്ക്ക് വീടിനൊരു പ്ലാൻ തയ്യാറാക്കാനുണ്ട്, തയ്യാറാക്കിയ പ്ലാൻ അങ്ങോട്ട് ചെയ്യാനുണ്ട്, ഒക്കെ ശരി തന്നെ. പക്ഷേ നാട്ടിൽ കല്യാണങ്ങളുണ്ട്, നാട്ടിലിങ്ങോട്ട് എത്തിയാൽ പിന്നെ ഹോസ്പിറ്റലിലേക്ക് അങ്ങോട്ട് പോക്ക്, മറ്റുള്ള പോക്ക്, ഒരുപാട് വിഷയങ്ങൾ വരും. സ്വാഭാവികമായും ഗൾഫിൽ ഫാമിലി ആയിട്ട് നിന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഇവിടെ വരുമ്പോൾ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ വരും. അതൊക്കെ ശരിയാണ്. പക്ഷേ നാട്ടിൽ കല്യാണം, നിശ്ചയം, നിക്കാഹ് പോലത്തതൊന്നും ഇല്ലാത്ത ദിവസമാണ് ചൊവ്വാഴ്ച. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇന്നിപ്പോൾ ഏതായാലും നിക്കാഹും കല്യാണമൊന്നും ഇല്ലല്ലോ, കുടുംബങ്ങളിലേക്ക് പോകാം. കുടുംബങ്ങളിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു സമുറത്ത് റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുകയാണ്, ഖറജ അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദാത്ത യൗം. ഒരു ദിവസം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളിലേക്ക് വന്നു. എന്നിട്ട് നബി തങ്ങൾ ഞങ്ങളോട് കിസ്സ പറയുകയാണ്, ഇന്നി റഅയ്തുൽ ബാരിഹത അജബൻ അജബ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നലെ എനിക്ക് അത്ഭുതകരമായ സംഭവങ്ങൾ കാണിച്ചു തന്നു എന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങൾ സ്വഹാബാക്കൾക്ക് ക്ലാസ് എടുത്തു കൊടുത്ത ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളുടെ ഓരോന്നും നബി തങ്ങൾക്ക് അല്ലാഹു തആല നേരത്തെ കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. ആ കാണിച്ചു കൊടുത്ത കാര്യങ്ങൾ ഓരോന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ആ മനസ്സിലാക്കി കൊടുക്കുന്ന സമയത്ത് പറഞ്ഞു, ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം വന്നിരിക്കും. എന്താണ് മലക്കുകളുടെ ലോകം? മലക്കുകളുടെ ലോകം എന്ന് പറഞ്ഞാൽ ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അല്ലാഹു എന്താണോ കൽപ്പിച്ചത് അത് ചെയ്യുക എന്നാണ് മലായിക്കത്തിന്റെ ലോകം. അവർക്ക് പിന്നെ മറ്റൊന്നും ആലോചിക്കാനില്ല, വിവേകം മാത്രമേ അല്ലാഹു അവർക്ക് നൽകിയിട്ടുള്ളൂ. അതുകൊണ്ട് അവരോട് കൽപ്പിച്ചത് അവർ ചെയ്യും. ഉദാഹരണത്തിന് കുറ്റ്യാടിയിൽ ഒരു വീട്ടിലേക്ക് അല്ലാഹു തആല അസ്റായീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞയച്ചു. അവിടെ വന്നു നോക്കുമ്പോൾ ആ വീട്ടിൽ 3 ആളാണുള്ളത്. ഒന്ന് ഒരു 70 വയസ്സായ ഉമ്മാമ, അങ്ങ് പ്രായമായിട്ടുണ്ട്, കിടപ്പിലാണ്. 2 ആ ഉമ്മാമയുടെ മോള് ഒരു 30-35 വയസ്സായ പെണ്ണ്, അവളാണ് പിന്നുള്ളത്, രണ്ടാമത്തത്. 3 ആ വീട്ടിൽ 1 വയസ്സ് 1.5 വയസ്സ് തികയാത്ത ചെറിയൊരു കുട്ടി. ഈ 3 ആളുള്ള വീട്ടിലേക്ക് അസ്റായീൽ അലൈഹിസ്സലാം വന്നു നോക്കുമ്പോൾ റൂഹിനെ പിടിക്കാൻ വേണ്ടിയുള്ള ഓർഡർ ആരുടേതാണ്? ആ 30-35 വയസ്സ് തോന്നിക്കുന്ന ആ ചെറുപ്പക്കാരിയായ പെണ്ണിന്റെ റൂഹ് പിടിക്കാനാണ് അള്ളാഹുവിന്റെ ഓർഡർ. ഇപ്പൊ അസ്റായീൽ ഇങ്ങനെ നോക്കി ആ വീട്ടിൽ, പടച്ചോനെ, ഈ വയസ്സായ അമ്മാമാനെ നോക്കുന്നത് ഈ പെണ്ണുങ്ങളാണ്, ഈ ചെറിയ കുഞ്ഞിനെ നോക്കുന്നത് ഈ പെണ്ണുങ്ങളാണ്. ഈ പെണ്ണുങ്ങളെ റൂഹം പിടിച്ച് ഞാൻ പോയാൽ ഈ 2 ജീവൻ എന്താവും? അതുകൊണ്ട് അസ്റായീൽ ഇങ്ങനെ ആലോചിച്ചു, ഞാൻ കേട്ടത് പേച്ചോ?
കണ്ടു നോക്കിയാൽ ഈ വയസ്സായ ഇവരെ റൂഹാളെ പിടിക്കേണ്ടി. ഞാൻ കേട്ടത് പേച്ചോ, അതല്ല വന്നു നോക്കുമ്പോഴുള്ള രീതി അല്ലല്ലോ അവിടെ. അതല്ല അല്ലാഹു തആല വർച്ചോന്റെ അടുത്തൊരു പേവ് സംഭവിക്കാൻ ഏതായാലും പറ്റൂല്ലല്ലോ. അസ്രായീൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നോക്കി ഇതിപ്പോ പിടിച്ചാൽ എന്താവും? ഈ 30-35 വയസ്സായ പെണ്ണുങ്ങളാണ് ഈ ചെറിയ കുട്ടിനെ നോക്കുന്നത്. ഓറന്നെയാണ് വലിയ പെണ്ണുങ്ങൾ വയസ്സായ ഓറയും നോക്കുന്നത്. ഈ ചെറുപ്പക്കാരത്തി പെണ്ണ റൂഹം പിടിച്ചിട്ട് ഞാൻ പോയാൽ ആളുകൾ എന്നെ പറ്റി എന്ത് പറയും? എന്ത് അസ്രായീല, ഒരു കണ്ണിച്ചോരില്ലാത്ത സാധനം. അയാൾക്ക് വന്നിട്ട് ചിലപ്പോൾ ആളുകൾ പറയില്ല. അള്ള ചിലപ്പോൾ പറഞ്ഞത് ഈ 70 വയസ്സായതിൻ്റെയൊക്കെ അസ്രായീൽ പേച്ച് മറ്റേ ആളെയും കൊണ്ടുപോയെന്ന് എന്നെപ്പറ്റി ആളുകൾ എന്ത് പറയും? ഇങ്ങനെല്ലാം കൂടി അസ്രായീൽ അവിടെ നിന്നിട്ട് ഇങ്ങനെ കുറച്ചു നേരം ആലോചിച്ചിട്ട് ഏതായാലും ഇപ്പം അവിടെ നിൽക്കട്ടെ, പിന്നെ വരാം. അങ്ങനെ പോകും നിങ്ങളാരും വിചാരിക്കുന്നുണ്ട്? അസ്രായീൽ അലൈഹി ഇസ്ലാമിന് അങ്ങനെ ഒരു ദയയും വിഷയമൊക്കെ തോന്നിയെന്ന് വെക്കുക. എന്നാൽ അപ്പൊ ഈ സഭയിലേക്കാണ് അസ്രായീൽ റൂഹിനെ പിടിക്കാൻ വരുന്നതെന്ന് വെക്കുക. എന്നാൽ ദയ തോന്നാതെ എന്നെ പിടിച്ചോട്ടെ എന്ന് ധൈര്യമുള്ളവരെന്ന് എണീച്ചെന്നാണ്. എല്ലാവർക്കും പറയാനുള്ളത് കുറച്ചുകൂടി കഴിഞ്ഞോട്ടെ എന്ന് തന്നെയാണ് അല്ലേ? ഇപ്പൊ കൂട്ടത്തിൽ ചെറുപ്പക്കാരനാണല്ലോ മൂപ്പര് അല്ലേ? കുറച്ച് കഴിഞ്ഞോട്ടെ എന്ന് തന്നെയല്ലേ നമ്മളെയൊക്കെ ആഗ്രഹം? ആരും അങ്ങനെ തന്നെയാണ്. അതെങ്ങനെയാ എല്ലാവരും. ഇപ്പൊ ഞാൻ കേട്ടെങ്കിൽ താടിയൊക്കെ നരച്ചു തുടങ്ങി. പക്ഷേ എനിക്കത്ര പ്രായമൊന്നുമില്ല കേട്ടോ. നമ്മളിപ്പോൾ 1900 കുറെ ഇപ്പുറത്താണ് ഞാൻ ജനിച്ചത്. അല്ല, അത് വേറെ സംഗതി. അപ്പോ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അപ്പോ നമ്മൾ ആര് നോക്കിയാലും എങ്ങനെയെങ്കിലും അങ്ങനെ ഡേറ്റ് നീട്ടിക്കിട്ടാനുള്ള ഗുളിക, ഡേറ്റ് നീട്ടിക്കിട്ടാനുള്ള മരുന്ന്, അതിനുള്ള ഉഴിച്ചിലോ പിരിച്ചിലോ തളച്ചിലോ എന്തെല്ലോ ചെയ്തിട്ട് എങ്ങനെ ഡേറ്റ് നീട്ടിക്കിട്ടും അതാ നോക്കണത്. അസ്രായീൽ അലൈഹി ഇസ്ലാം വന്നിട്ട് നമ്മളെ ഒന്നിങ്ങനെ നോക്കിയിട്ട് ദയ തോന്നിയിട്ട് പോയാൽ പിടിക്കാൻ പറ്റിയ ഒരൊറ്റൊന്നിനും കാണൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്രായീൽ അലൈഹി ഇസ്ലാമിനെ ആ വീട്ടിലേക്ക് അയച്ചപ്പോ 70 വയസ്സായ ഒരു പെണ്ണുങ്ങൾ അവിടെ കിടക്കുന്നതിന് തീരെ സുഖമില്ല. അതിന് ഈ പെണ്ണുങ്ങളാ ഭക്ഷണം കൊടുക്കുന്നത്. 1-1.5 വയസ്സായി കുഞ്ഞുണ്ട്, ഓടിച്ചാടി നടക്കുന്ന പ്രായം ആയിട്ടില്ല. ആ കുഞ്ഞിനെ നോക്കുന്നില്ല. അസ്രായീൽ അലൈഹി ഇസ്ലാമിന്റെ ഓർഡർ എന്താണ്? ഈ 30 വയസ്സായ സ്ത്രീയുടെ റൂഹ് പിടിക്കണമെന്നാണ്. അസ്രായീൽ അലൈഹി ഇസ്ലാം ആ വീട്ടിൽ വന്നാൽ നേരെ വരും, നേരെ. അപ്പൊ അസ്രായീൽ അലൈഹി ഇസ്ലാം വന്നപ്പോൾ വയസ്സായ ഉമ്മാക്ക് ഈ പെണ്ണുങ്ങൾ വെള്ളം കൊടുക്കുന്നുണ്ട്, ചെറിയ കുഞ്ഞിന് ഇങ്ങോട്ട് മുല കൊടുക്കുന്നുമുണ്ട്. എന്നാൽ ആ കുഞ്ഞ് മടിയിൽ വെച്ചുകൊണ്ടും ഉമ്മയുടെ വായിലേക്ക് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അസ്രായീൽ അലൈഹി ഇസ്ലാം ആ പെണ്ണിന്റെ റൂഹ് പിടിക്കും. എന്തുകൊണ്ട്? ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അല്ലാഹു എന്താണോ കൽപ്പിച്ചത് ചെയ്യുക. അതാണ് മലായികത്തിന്റെ ജോലി. നബി മുഹമ്മദുർ റസൂലുള്ളാഹ് നബി തങ്ങൾ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല റൂഹ് പിടിക്കുന്ന രംഗം എനിക്ക് കാണിച്ചു തന്നു. ആ കാണിച്ചു തന്ന കൂട്ടത്തിൽ ഒരാളെ റൂഹ് പിടിക്കാൻ വേണ്ടി മലായികത്ത് വരികയാണ്. യാ റബ്ബേ, മലക്കുകൾ വരുന്ന ഗൗരവം, അവരുടെ ഗാംഭീര്യത, അവരുടെ ഒരു പ്രത്യേക സ്വഭാവം, ആ ഗൗരവത്തിൽ ഇങ്ങനെ വരികയാണ്. മരിക്കാൻ കിടക്കുന്ന ആളിങ്ങനെ കടന്നിട്ട് ബേജാറ്. സുബ്ഹാനല്ലാഹ്, അയാളെ നാവ് വായിലുണ്ട്, മിണ്ടാൻ പറ്റുന്നില്ല. അയാളെ കണ്ണ് തള്ളിയിട്ടുണ്ട്. അയാളെ നെറ്റി ആകെ വിയർക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ബേജാറായിക്കൊണ്ടാണ് അയാൾ നിൽക്കുന്നത്. റൂഹ് പിടിക്കാൻ വേണ്ടി വന്ന മലക്കിനെ കണ്ടുകൊണ്ട് ബേജാറായി വിഷമിച്ച് കിടക്കുന്ന അദ്ദേഹത്തിനെ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് ഫജാഅഹു ബിർറുൽ വാലിദൈൻ, റൂഹിനെ പിടിക്കുന്ന അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് അസ്രായീൽ അലൈഹി ഇസ്ലാം വന്നപ്പോ ഇയാളിങ്ങനെ വിറവിറച്ച് കിടക്കുമ്പോൾ അയാളെ സഹായിക്കാൻ അവിടെ എത്തിയത് ജീവിതകാലത്ത് അയാൾക്ക് മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുത്ത ഗുണം, അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ, അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ, ബിർറുൽ വാലിദൈൻ, ആ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുത്തിരിക്കുന്ന ഗുണം എന്ന ഇബാദത്തുണ്ടല്ലോ, അത് അദ്ദേഹത്തെ സമാധാനിപ്പിക്കുകയാണ്. അസ്രായീൽ വന്നിട്ടുണ്ടെങ്കിലും മോനെ പേടിക്കണ്ട, നീ ഉമ്മാന്റെ പൊരുത്തമുള്ള കുട്ടിയല്ലേ, നീ ബാപ്പാന്റെ പൊരുത്തമുള്ള മോളല്ലേ, നീ പേടിക്കണ്ട. അസ്രായീൽ അലൈഹിസ്സലാം ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്ന ഇബാദത്ത് ഒരാൾ കണിശമായി പാലിച്ചാൽ റൂഹ് പിടിക്കുന്ന സമയത്ത്, അസ്രായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കുന്ന സമയം എത്രയോ ഗൗരവം കുറഞ്ഞ്, എത്രയോ അവനെ ആശ്വസിപ്പിച്ച്, എത്രയോ സമാധാനിപ്പിച്ചുകൊണ്ടായിരിക്കും അവന്റെ റൂഹ് പിരിയുക. ഈ രംഗം എനിക്ക് അല്ലാഹു കാണിച്ചു തന്നിട്ടുണ്ട് എന്ന് നബിതങ്ങൾ ഞങ്ങളോട് പറഞ്ഞു എന്ന് അബ്ദുറഹ്മാൻ ഇബ്നു സമറത്ത് റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുമായി ബന്ധപ്പെട്ട നമ്മുടെ കടമകൾ, വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കാവൂ, അല്ലാഹു അല്ലാത്ത ഒരാളെയും ആരാധനയിൽ ചെറുതായും വലുതായും ചേർക്കാൻ പാടില്ല.
വിഗ്രഹങ്ങളെ മുന്നിൽ വെച്ചും ചേർക്കാൻ പാടില്ല, വിഗ്രഹങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ടും ചേർക്കാൻ പാടില്ല. അള്ളാഹുവിനെ ആരാധന പാടുള്ളൂ. ഇത് കണിശമായി പഠിപ്പിച്ചിരിക്കുന്ന ഖുർആൻ പറയുന്നത് വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് നിന്നിൽ നിന്ന് ഗുണമേ കിട്ടാവൂ. നിന്റെ ഉമ്മാക്കും ഉപ്പാക്കും നിന്നിൽ നിന്ന് സന്തോഷകരമായ മുഖം, സന്തോഷമുള്ള സംസാരം, സന്തോഷമുള്ള വർത്തമാനം, അങ്ങനെ നിന്റെ മാതാപിതാക്കളെ പൊരുത്തം വാങ്ങാൻ നിനക്ക് സാധിച്ചാൽ അതിന്റെ ഗുണം അനുഭവിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായി നിനക്ക് ലഭിക്കുന്നത് നിന്റെ റൂഹ് പിടിക്കാൻ അസ്റായിൽ ഗൗരവത്തിൽ പുറപ്പെട്ടതാണ്. പക്ഷേ ഗൗരവത്തിൽ പുറപ്പെട്ടിരിക്കുന്ന അസ്റായിൽ അലൈഹിസ്സലാം അടുത്തേക്ക് എത്തുന്തോറും ഗൗരവം കുറഞ്ഞ് എന്തേ കുറയാൻ? ബിർറുൽ വാലിദൈൻ. ചിലരെങ്കിലും ജനങ്ങളെ കൂട്ടത്തിൽ മാതാപിതാക്കളോടുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ പാകപ്പിഴവുകളോ പോരായ്മകളോ കഠിനമായ തെറ്റുകളോ സംഭവിക്കുന്നുണ്ട് എന്നത് ഞാൻ എൻ്റെ പ്രവാസി സുഹൃത്തുക്കളോട് വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്. ഇനിയും ഒരു കാര്യം അക്കൂട്ടത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണത്? കുടുംബം എന്ന ഒരു സംഗതി നിങ്ങളെ മക്കൾക്ക് അറിയാതെ പോകുന്നുണ്ട്. കുടുംബം എന്ന ഒരു സംഗതി മക്കൾക്ക് അറിയാതെ പോകുന്നുണ്ട്. പ്രവാസി ജീവിതത്തിൽ നിങ്ങൾ താമസിക്കുന്ന ഒരു വില്ല അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന ഒരു ഫ്ലാറ്റ്, ആ ഫ്ലാറ്റിൽ അപ്പുറത്ത് പാകിസ്ഥാനി, ഇപ്പുറത്ത് ബംഗാളി, അപ്പുറത്ത് വേറെ ഏതെങ്കിലും ആൾ, അങ്ങനെ പോയി. നിങ്ങൾ താമസിക്കുന്ന വില്ലയിൽ അപ്പുറത്ത് ഒരു പക്ഷേ മലയാളി ഒരു കുടുംബം ഉണ്ടെങ്കിൽ ഒരു തിരുവനന്തപുരക്കാരൻ, ഒരു നാദാപുരത്തുകാരൻ. നിങ്ങളെ വീട്ടിൽ വളരുന്ന നിങ്ങളെ കൊച്ചു കുഞ്ഞുങ്ങളില്ലേ, ആ കുഞ്ഞുങ്ങൾക്ക് കുടുംബം എന്നതും ആ കുഞ്ഞുങ്ങൾക്ക് എല്ലാം ഈ കാണുന്ന ഫ്ലാറ്റ് ജീവിതമാണ്. ഈ ഫ്ലാറ്റ് ജീവിതത്തിൽ അവർക്ക് അമ്മായിയെ അറിയില്ല, അവർക്ക് വല്യമ്മയെ അറിയില്ല, അവർക്ക് എളാപ്പയെ അറിയില്ല, അവർക്ക് ഇക്കാക്കയെ അറിയില്ല, അവർക്ക് അമ്മായിയെ അറിയില്ല, അവർക്ക് കുടുംബത്തിൽ ആരെയും അറിയില്ല. ഈയിടെ എനിക്കുണ്ടായ ഒരു അനുഭവം, രണ്ട് പ്രവാസി കുടുംബങ്ങൾ തമ്മിൽ നടക്കാൻ പോകുന്ന ഒരു വിവാഹ ബന്ധം. നിശ്ചയത്തിന്റെ സഭയിൽ ഇരിക്കുമ്പോൾ ഒരു പ്രായമുള്ള കാരനവർ ചോദിച്ചു, ഉസ്താദെ എന്തിനാണ് ഇപ്പോൾ ഇവിടെ കൂടിയത് എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എന്തേ നിങ്ങൾ അങ്ങനെ ചോദിക്കാൻ കാരണം? എന്നെ ഇതിലേക്ക് വിളിച്ചിട്ട് വന്നതല്ല, ഞാൻ ഒരു സംഗതി അറിഞ്ഞിട്ട് വന്നതാണ്. എന്തേന്ന് ചോദിച്ചു. ഞാൻ കേട്ടത് നിങ്ങളിവിടെ കൂടിയത് ഈ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ അവിടുത്തെ പെൺകുട്ടിയെ ഈ കുട്ടിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്ന നിശ്ചയത്തിന് കൂടിയതാണെന്ന്. ഇവർ തമ്മിൽ മുലകുടി ബന്ധമുള്ള കുടുംബങ്ങളാണ്, അത് എനിക്കറിയുന്ന സത്യമാണ്. അതുകൊണ്ട് ഉസ്താദെ ഇവർ തമ്മിൽ ബന്ധപ്പെടാൻ പറ്റില്ല. ഓർത്തു നോക്കണം നിങ്ങൾ. നാട്ടിലുള്ള പഴമക്കാരും പ്രായമുള്ളവരുമായി നമ്മുടെ ബന്ധം അകലുമ്പോൾ നമുക്ക് ചരിത്രം അറിയാതെ പോവുകയാണ്. ചരിത്രം എന്നത് ഒരു കാലഘട്ടത്തിന്റെ പാഠം ആണ്. ആ പാഠം നാം മനസ്സിലാക്കാതെ പോയാൽ നമുക്ക് ജീവിതത്തിൽ പല അപകടങ്ങളും സംഭവിക്കും. ഒന്ന്, ഒരു ചെറുപ്പക്കാരന് ഏതോ നാട്ടിൽ നിന്ന് വന്ന് മറ്റൊരു നാട്ടിൽ കല്യാണം കഴിച്ചു. ഒരു കുട്ടിയായ ശേഷം അയാൾ ആ പെണ്ണിനെ ഉപേക്ഷിച്ചു പോയി. അയാൾ വേറെ ഒരു നാട്ടിൽ പോയിട്ട് പിന്നൊരു കല്യാണം കഴിച്ചു. അവിടെ ഒരു കുട്ടി ഉണ്ടായി. ആദ്യത്തിൽ ഒരു ആൺകുട്ടി ഉണ്ടായി, മറ്റേതിൽ ഒരു പെൺകുഞ്ഞുണ്ടായി. അത് പെൺകുഞ്ഞൊക്കെ ആയ ശേഷം അവിടെയും അയാൾ വിട്ടുപോയി. ഈയിടെ ഉണ്ടായ ഒരു സംഭവം. എന്നിട്ടോ കുറെ കാലങ്ങൾ പിന്നിട്ട് പെൺകുട്ടിയെ പഠിച്ചവൾ +2-ലെത്തി, ആൺകുട്ടി പഠിച്ച് ഡിഗ്രിയൊക്കെ കഴിഞ്ഞു, കല്യാണാലോചനകളായി. ആലോചനകൾ നടക്കുന്നതിനിടയ്ക്ക് ബ്രോക്കർമാരങ്ങനെ ആലോചിച്ച് പിടിച്ച് അവർ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു പെൺകുട്ടിയുണ്ട് അവിടെ, വാപ്പ ചെറുപ്പത്തിൽ ഉപേക്ഷിച്ചു പോയതാണ്. അപ്പൊ ഏകദേശം കുഫു വെക്കുമ്പോൾ ഒരു ആൺകുട്ടി ഇവിടെ ഉണ്ട്, വാപ്പ ചെറുപ്പത്തിൽ ഉപേക്ഷിച്ചു പോയതാണ്. അന്വേഷിച്ചു, നിക്കാഹ് കഴിഞ്ഞു. അവരെ ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ 2 കുട്ടികൾ ജനിച്ചു. 2 കുട്ടികൾ ജനിച്ച ശേഷം ഉപേക്ഷിച്ചു പോയിരിക്കുന്ന വാപ്പ അങ്ങനെ അന്വേഷിച്ച് വരികയാണ്, മക്കളെയും തേടി. അങ്ങനെ അന്വേഷിച്ച് വന്ന് നോക്കുമ്പോൾ ആദ്യം കല്യാണം കഴിച്ച വീട്ടിലെത്തി. അവിടെ ഇയാൾ വന്ന് നോക്കുമ്പോൾ അയാളെ മകൻ വലുതായിട്ടുണ്ട്, കല്യാണമൊക്കെ കഴിച്ചു, 1-2 കുട്ടികളൊക്കെ ഉണ്ട്. റാഹത്ത് അൽഹംദുലില്ലാ. അവിടുന്ന് ഇയാൾ എന്ത് ചെയ്തു? പിറ്റേ ദിവസം അവിടെ നമുക്കൊരു മകളുണ്ട്, ഓളെ കാണാൻ പോകാന്ന് പറഞ്ഞിട്ട്
കൂട്ടി അവിടെ ചെന്ന് നോക്കുമ്പോൾ ഏതാണ്? ഇയാളെ മകൾ തന്നെയാണിത്. ആദ്യത്തെ ആ ഭാര്യയിലെ മകളെയാണ് ഈ ഭാര്യയിലെ മകൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. നാട്ടിലുള്ള കാരണവന്മാരും പ്രായമുള്ളവരും തമ്മിലുള്ള ബന്ധങ്ങൾ നമുക്കിടയിൽ കണ്ണി അറ്റുപോകുന്നത് കൊണ്ട് ചരിത്രം അറിയാതെ പോകുന്നു. നിങ്ങൾ 8 വർഷമോ 10 വർഷമോ 20 വർഷമോ ഒക്കെ ഗൾഫ് രാജ്യത്ത് താമസിച്ച് പിന്നെ നാട്ടിലേക്ക് വരുമ്പോൾ ഒരു അന്യതാത്വം നിങ്ങൾക്ക് നിലനിൽക്കുകയാണ്. കാരണം ഉമ്മയെ പലർക്കും അറിയാം, ഉപ്പയെ പലർക്കും അറിയാം. ഈ ഉമ്മാക്കും ഉപ്പാക്കും ഗൾഫിൽ ജനിച്ചിരിക്കുന്ന ഈ കുട്ടികൾക്ക് അങ്ങോട്ട് ആരെയും അറിയില്ല, കുട്ടികളെ ആർക്കും ഇങ്ങോട്ടും അറിയില്ല. ഈ ഒരു അവസ്ഥ നമ്മുടെ കുടുംബ ബന്ധത്തെ എത്രമാത്രം താറുമാറാക്കുന്നു എന്നത് എന്റെ പ്രവാസി കുടുംബങ്ങളെ വളരെ ഗൗരവത്തിൽ നാം കാണണം. അതുകൊണ്ട് തന്നെ എപ്പോൾ ലീവിന് വന്നാലും നമ്മുടെ കുടുംബങ്ങളിലേക്ക് കുട്ടികളെ ചേർത്തുകൊണ്ടുള്ള യാത്ര മറ്റെല്ലാറ്റിനേക്കാളും വലിയ ഇബാദത്ത് യാത്രയാണ് കേട്ടോ എന്ന് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഉണർത്തുകയാണ്. ഒന്ന്. രണ്ടാമത്തത്, ഉമ്മമാരോട് ഞാൻ പ്രത്യേകം ഉണർത്തുന്നു, നിങ്ങളെ മടിത്തട്ടിൽ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഉപ്പാക്ക് ഇന്ന കുടുംബങ്ങളൊക്കെ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട്, ഉമ്മാക്ക് ഇന്ന കുടുംബങ്ങളൊക്കെ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട്. എങ്ങനെ? ഒരു കുട്ടിയുണ്ടായി, ഒരു പെണ്ണ്, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിങ്ങനെ 1.5-2 വയസ്സൊക്കെ ആയ സമയത്ത് രണ്ടാമതൊരു കുഞ്ഞുണ്ടാകുകയാണ്. സ്വാഭാവികമായും ചില കുട്ടികൾക്കൊക്കെ രണ്ടാമതുണ്ടായ കുഞ്ഞിനോട് ദേഷ്യ. മൂത്ത കുട്ടിക്ക് ചെറിയ കുട്ടിയോട് ദേഷ്യമാണ്. ഓനൊന്ന് ഉള്ളലും ഉമ്മാൻ്റെ അടുത്ത് കിടക്കുന്നത് കാണുമ്പോൾ ഓനെ ഉപദ്രവിക്കലും മറ്റുമൊക്കെ പല കുട്ടികളും. ഇതിന് മനഃശാസ്ത്രജ്ഞന്മാർ ഒരു ചികിത്സ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഉമ്മാക്ക് രണ്ടാമത്തെ ഗർഭമാകുമ്പോൾ ആദ്യത്തെ കുട്ടിയോട് ഉമ്മ പറഞ്ഞു കൊടുക്കണം, മോനെ നിനക്കൊരു കൊച്ചനുജൻ ജനിക്കാൻ പോകുന്നുണ്ട്, നിനക്കൊരു കുഞ്ഞു പെങ്ങൾ ജനിക്കാൻ പോകുന്നുണ്ട്. ആ കുഞ്ഞ് ജനിച്ചാൽ നിന്നെ കാക്ക എന്ന് വിളിക്കും, ആ കുഞ്ഞ് ജനിച്ചാൽ നിന്നെ ഇത്താത്ത എന്ന് വിളിക്കും എന്നിങ്ങനെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ച് ജനിച്ച കുട്ടിക്ക് ഉമ്മ സന്തോഷ വാർത്ത കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോ ഒരു ആ പയറിങ്ങനെ തോല് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ആര്? ഉമ്മ. അപ്പൊ ആ ഉമ്മ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക, ഈ പയറിന്റെ ഉള്ളിൽ കണ്ട കുരു ഇതേപോലെ ഉമ്മയുടെ വയറ്റിൽ ഒരു ചെറിയ കുഞ്ഞുണ്ടാകുന്നുണ്ട്, ആ കുഞ്ഞ് ജനിക്കും, ആ കുഞ്ഞ് നിന്നെ ഇക്കാക്ക എന്ന് വിളിക്കും, ആ കുഞ്ഞ് നിനക്ക് അങ്ങ്. അപ്പോ ചെറിയ കുട്ടിയുടെ മുമ്പിൽ, വലിയ കുട്ടിയുടെ മുമ്പിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ഒരു ആനന്ദമായി, ഒരു സന്തോഷമായി വരണം. അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് കുഞ്ഞുങ്ങളും അവർ തമ്മിൽ സ്നേഹബന്ധം കൂടുതൽ ഊട്ടി ഉറപ്പിക്കപ്പെടും. ഇല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ കുട്ടി, 1-2 വയസ്സായിരിക്കുന്ന കുട്ടി ഒരു സുപ്രഭാതത്തിൽ അവൻ കിടക്കുന്ന കിടക്കയിൽ വേറെ ഒരു കുട്ടി കിടക്കുന്നത് കാണുകയാണ്. അപ്പൊ സ്വാഭാവികമായും അവന്റെ മനസ്സിനെ മതിക്കുന്നത് എന്താണ്? അത് ഉമ്മാക്ക് വേഗം മനസ്സിലാകും പറഞ്ഞാൽ. അതേതാണ്? വാപ്പ വേറെ ഒരു കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാൽ ഉമ്മാക്ക് എങ്ങനെ ഉണ്ടാകും? വേറെ ഒരു കല്യാണം ഭർത്താവ് കഴിച്ചു എന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്ക് എങ്ങനെ ഉണ്ടാകും? ഇതേ മനസ്സ് നമ്മുടെ കുട്ടിയുടെ മനസ്സിൽ വരികയാണ്. പിന്നെ ചെറിയ കുട്ടിയെ വലിയ കുട്ടിയെ അടിക്കാൻ തുടങ്ങി, ഉപദ്രവിക്കാൻ തുടങ്ങുമ്പോൾ അവനെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല, അല്ലേ? ഇത് കുടുംബബന്ധം നിലനിർത്തിപ്പോരുന്നതിൽ വളരെ കൊച്ചുനാളിൽ, മുലയൂട്ടുന്ന പ്രായത്തിൽ തന്നെ കുടുംബം എന്നത് വളരെ വലിയ പ്രധാനപ്പെട്ട വിഷയമായി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. പ്രവാസി സുഹൃത്തുക്കളെ, കുടുംബങ്ങളിലേക്ക് കുടുംബമായുള്ള യാത്ര, അത് അടുത്ത കുടുംബങ്ങൾ, അകന്ന കുടുംബങ്ങൾ. ഇപ്പൊ ചില കുടുംബയാത്രകളൊക്കെ ഉണ്ട്. എന്താ? അവർക്കും നല്ല പണമുണ്ട്, ഇവർക്കും നല്ല പണമുണ്ട്, പണക്കാരങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പോക്കും വരവോക്കും. അതിനടക്ക പാവങ്ങളുണ്ട്, അവരാരും നോക്കുന്നില്ല. ഞാൻ ഏതോ ഒരു നാട്ടിൽ ചെന്നപ്പോൾ അവിടെ അമ്മോശനും സക്കാത്ത് കൊടുക്കുന്നുണ്ട്, പുതിയാപ്പിളയും സക്കാത്ത് കൊടുക്കുന്നുണ്ട്. അമ്മോശന്റെ സക്കാത്ത് പുതിയാപ്പിളക്ക്, പുതിയാപ്പിളിന്റെ സക്കാത്ത് അമ്മോശന്. നമ്മളെ പടച്ചോനെ പറ്റിക്കാൻ നിൽക്കരുത്. അങ്ങനെയുണ്ട്. ഗൾഫിൽ നിന്ന് ഒരു ഉസ്താദ് സക്കാത്തിനെ പറ്റി വേദം പറഞ്ഞു. സക്കാത്തിനെ പറ്റി വേദം പറഞ്ഞു നോക്കുമ്പോൾ 2.5% കൊടുക്കണം. അപ്പോൾ 1 ലക്ഷത്തിന് എത്ര കൊടുക്കണം? 2500 കൊടുക്കണം, അല്ലേ? അപ്പൊ അങ്ങനെ സക്കാത്തൊക്കെ കേട്ടപ്പോൾ ഇയാൾ ഉടനെ തന്നെ ക്ലാസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോയി നാട്ടിലേക്ക് ഫോൺ ചെയ്തു. എൻ്റെ അടുത്ത് ഇവിടെ 1 ലക്ഷം ഉണ്ട്, നാട്ടിൽ 2500 കൊടുത്തേക്ക്. ഇങ്ങനെയുണ്ട്. 1 ലക്ഷം അവിടെ റിയാല് കൊടുക്കുന്നത്, ഇവിടെ 2500 ഇന്ത്യൻ റുപ്യ. നല്ല സക്കാത്തല്ലേ? യാ റബ്ബേ, ഏതെല്ലാം രൂപത്തിൽ നമ്മൾ, അതെന്താന്ന് വെച്ചാൽ നമ്മൾ തമ്മിലുള്ള രീതി തന്നെയാണ് ഖബറിലെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇന്നാൾ ആരോ തമാശയിലാണെങ്കിലും അയാൾ പറഞ്ഞു പോയി, മുങ്കറിനെ കയറി വന്നാലും ഞാൻ രക്ഷപ്പെടുന്നു. അപ്പൊ അതെങ്ങനെയാണ് നിങ്ങൾ രക്ഷപ്പെടല്?
മുങ്കറിനെ കീറിങ്ങി വരുന്ന വരുത്തി തന്നെ ഞാൻ അങ്ങോട്ടാണ് ചോദിക്കുക, ഇപ്പല്ലേന്ന് 2 ആൾ വന്ന് പോയത്, പിന്നെ നിങ്ങളാരായത്? അപ്പൊ ഓൽക്കന്നെ ഉണ്ടാവും ഒരു ബേജാറ്. എങ്ങനെയുണ്ട്? ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് രക്ഷപ്പെടാന്ന് വിചാരിച്ചിട്ട് പ്രവാസിയല്ല പ്രയാസിയായിട്ടും കാര്യമില്ല. വേണ്ടാത്ത വിഷയങ്ങളിൽ കൂറുകൂടിയിട്ട് അതിന് കമ്പനി കൂടി ആളായിട്ട് ഇങ്ങനെ നടന്നാൽ നമ്മുടെ നാട്ടിൽ 2 ആളുണ്ട്. കുഞ്ഞാലിനും കുഞ്ഞാലിനും 2 ആളാണ്. എല്ലാ കുരുമാലിലും പോലും 2 ആളും ഒപ്പ. ഒരു ദിവസം കുഞ്ഞാലിനങ്ങ് മരിച്ചു. ഇവൻ മരിച്ചപ്പോൾ ആളുകളെല്ലാം പറഞ്ഞു ഇനി ശല്യം കുറയും, മറ്റോന് ഒറ്റക്കായല്ലോ. അങ്ങനെ മറ്റോന്റെ മരിച്ച ആളെ 3-ാമത്തെ ദിവസം കണ്ണൂക്കിനെല്ലാം ആൾക്കാർ കൂടുന്ന സമയത്ത് ഈ മറ്റേ കുഞ്ഞാൽവി എന്ന് പറഞ്ഞ ഓനും അങ്ങ് മരിച്ചു. മറ്റോന്റെ 3ന്റെ അന്ന് അപ്പോഴേ ആൾക്കാർ പറയാൻ തുടങ്ങി ഓൻ എങ്ങനെയാ മരിക്കാണ്ടിരിക്കുക? മറ്റേ ആളോട് കബറിൽ എന്ത് ചോദിച്ചാലും ഓൻ പറയും സംഗതി ശരിയാ, മുഴുവൻ പറയുകയാണെങ്കിൽ മറ്റോനെയും കിട്ടണോ. അങ്ങനെയാ 3ന്റെ അന്ന് ഇപ്പം മരിച്ചു. മാണ്ടാത്തീര് കൂറ് കൂടിയിട്ട് വെറുതെ കണ്ണൂക്കിൻ്റെ അന്ന് മരിക്കാൻ നിൽക്കണ്ട, നല്ല നിലക്ക് ജീവിച്ചോളി. അള്ളാഹു നമുക്ക് ഖൈർ നൽകുമാറാവട്ടെ. ഇനി അതിന് സനതുണ്ടോയെന്ന് ചോദിക്കേണ്ടത് ആവശ്യമാകുമ്പം വേറെ പറയാൻ പറ്റും, ഇരിക്കട്ടെ. അപ്പോ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് നബി തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്? അസ്റായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഗൗരവം കുറക്കാനും റൂഹ് ശരീരത്തിൽ നിന്ന് പിരിയുന്നതിന് എളുപ്പമാർഗമാകാനും റൂഹ് പിരിയുന്ന സമയത്ത് നമുക്കൊരാശ്വാസം ലഭിക്കാനും രണ്ടിനും പറ്റിയ വിഷയം ഫജാഅഹു ബിർറുഹുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്ന കാര്യം അവനെ റൂഹ് പിരിയുന്ന സമയത്ത് സഹായമാണ്. 1. 2-ാമത്തെ നബി മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ പറയുകയാണ്, റൂഹൊക്കെ പിരിഞ്ഞ് മഹ്ശറാമുറ്റത്തെത്തി. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ഈ നബി തങ്ങൾ പറയാം, എനിക്ക് അള്ളാഹു കാണിച്ചു തന്നു. എന്താണ്? വറഅയ്തു റജുലൻ മിൻ ഉമ്മത്തി യുകല്ലിമുൽ മുഅ്മിനീന വലാ യുകല്ലിമൂനഹു. മഹ്ശർ കോർട്ടിൽ ഇങ്ങനെ വന്നപ്പോ ഒരാൾ മഹ്ശറാമുറ്റത്ത് ഇങ്ങനെ നടന്നിട്ട് എല്ലാവരോടും അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും, എല്ലാവരോടും ഇയാളിങ്ങനെ സലാം ചെല്ലലും ഭയങ്കര. ആരും ഇങ്ങോട്ട് സലാം അടക്കുന്നില്ല, അയാളോട് ഒരു ലോഗ്യമില്ല. എങ്ങനെയുണ്ട്? നമ്മൾ ഓർത്തു നോക്കി, നമ്മളിപ്പോ ഈ സഭയ്ക്ക് വന്നപ്പോൾ എല്ലാവർക്കും ആരും നമുക്ക് കൈ തരുന്നില്ല, നമ്മളൊക്കെ അലൈക്കും സലാം ഒന്നുമില്ല. നമ്മളെ വയലിച്ച് ഉണ്ടാവും, എത്ര വിഷമിച്ചു പോകും നമ്മൾ. മഹ്ശർ കോർട്ടിൽ ഒരാളിങ്ങനെ നടക്കുന്നു, അയാൾ എല്ലാവരോടും അങ്ങോട്ട് ലോകം കാണിക്കുന്നുണ്ട്, ആരും അദ്ദേഹത്തോട് ഇങ്ങോട്ട് ലോകം ചെയ്യുന്നില്ല. റഅയ്തു റജുലൻ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ മഹ്ശർ മുറ്റത്ത് മുട്ടിത്തിരിയുകയാണ്. യുകല്ലിമുൽ മുഅ്മിനീന വലാ യുകല്ലിമൂനഹു, ആളുകളോടൊക്കെ അവൻ അങ്ങോട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്, ആരും ഇങ്ങോട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല. ഇയാൾ ഏറെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ആ സമയത്ത് ഫജാഅതുഹു സിലത്തുർ റഹ്മി ഫഖാലത്ത് യാ മഅ്ശറൽ മുഅ്മിനീൻ കല്ലിമൂഹു ഫകല്ലമൂഹു. മഹ്ശർ കോർട്ടിൽ അതാ ഒരു പ്രഖ്യാപനം വരുന്നു. എല്ലാവരും ഇയാളെങ്ങനെ അകറ്റി നിർത്തുകയാണ്. അയാൾ മാനസികമായി ഏറെ പ്രയാസപ്പെടുകയാണ്. ആ സമയത്ത് അതാ മഹ്ശർ കോർട്ടിൽ ഒരു പ്രഖ്യാപനം വരുന്നു. എന്താണ് പ്രഖ്യാപനം വരുന്നത്? യാ മഅ്ശറൽ മുസ്ലിമീൻ, മുസ്ലിം സമൂഹമേ. ആരാണ് അത് വിളിക്കുന്നത്? ഫജാഅതുഹു സിലത്തുർ റഹ്മി, കുടുംബബന്ധം, കുടുംബങ്ങളിലേക്ക് യാത്ര ചെയ്ത ആൾ, കുടുംബങ്ങളെ വിളിച്ച് സൽക്കാരം നടത്തിയ ആൾ, കുടുംബ ബന്ധത്തിന് വില കൽപ്പിച്ച ആൾ, അകന്നതും അടുത്തതുമായ കുടുംബ ബന്ധം നിലനിർത്തിയ ആളുള്ളല്ലോ. ഞാൻ സിലത്തുർ റഹ്മ, കുടുംബബന്ധം നിലനിർത്തുക എന്ന ഇബാദത്ത്, ആ ഇബാദത്താണ് ഉറക്കെ വിളിച്ചു പറയുന്നത്. ജനങ്ങളെ, നിങ്ങൾക്ക് സലാം ചൊല്ലുന്ന ആൾ, നിങ്ങൾക്ക് കൈതരുന്ന ആൾ, അയാൾ ഭൂമിയിൽ താമസിക്കുന്ന സമയത്ത് കുടുംബങ്ങളെ നോക്കിയ ആളാണ്, കുടുംബത്തെ സംരക്ഷിച്ച ആളാണ്, കുടുംബങ്ങളെ സ്നേഹിച്ച ആളാണ്, കുടുംബങ്ങളിലേക്ക് യാത്ര ചെയ്ത ആളാണ്, കുടുംബങ്ങളെ വിളിച്ച് സൽക്കാരം നടത്തുന്ന ആളാണ്. സിലത്തുർ റഹം, കുടുംബ ബന്ധം നിലനിർത്തിയ ആളാണ്. അതങ്ങ് കേൾക്കുമ്പോഴേക്കും മഹ്ശർ കോർട്ടിൽ സ്വാലിഹീങ്ങൾ അദ്ദേഹത്തെ വാരിപ്പുണരുകയാണ്, അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുകയാണ്, അയാൾക്ക് വലിയ അംഗീകാരം മഹ്ശറാമുറ്റത്ത് ലഭിക്കുകയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. കുടുംബം അത് വളരെ പ്രധാനമാണ്. നിസ്സാരമായ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ഒരു തർക്കത്തെ കാലാകാലം മനസ്സിൽ ഒരു കറയായി നിൽക്കുന്നത് സഹോദരനോ സഹോദരിയോ ആർക്കും നല്ലതല്ല. സ്വാഭാവികമല്ലേ, ഒരുമിച്ച് നിൽക്കുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ, അയൽവാസികൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ വിഷയം, അല്ലെങ്കിൽ കുടുംബങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ ഒരു വീട്ടിൽ തന്നെ ജ്യേഷ്ഠന്റെ ഭാര്യ, അനുജന്റെ ഭാര്യ, അതിന്റെ അനുജന്റെ ഭാര്യ, കല്യാണമൊക്കെ കഴിച്ചു വന്നപ്പോൾ നടുവിലുള്ള ജ്യേഷ്ഠന് കുറച്ചൊക്കെ കഴിവും സംഗതിയൊക്കെ ഉണ്ട്, മറ്റേ ആൾക്ക് അത്രയൊന്നുമില്ല, ഇയാൾക്ക് അങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. അതിന്റെ പേരിൽ
അതിന്റെ പേരിലൊക്കെ എന്തെങ്കിലുമൊക്കെ സ്വാഭാവികമായ അസ്വാരസ്യങ്ങൾ. ചിലപ്പോൾ നമ്മുടെ ഉമ്മ നടുവിലെ മകൻ കുറച്ചൊക്കെ കഴിവും കാര്യമൊക്കെ ആകുമ്പോൾ കുറച്ച് കൂടുതൽ സാധനങ്ങളൊക്കെ കൊണ്ടുവരലും ബാക്കിയുള്ളവരൊക്കെ സംരക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന ആളാ. അപ്പൊ അവനോടൊരു കൂടുതൽ സ്നേഹം, ആ സ്നേഹം ചിലപ്പോൾ കുറച്ച് കൂടുതൽ അവന്റെ ഭാര്യയോടും കിട്ടിയെന്ന് വന്നിരിക്കാം. അത് അന്ന് ഉമ്മയിൽ നിന്ന് വന്ന ഒരു സംഭവമാണ്. 10 കൊല്ലം പ്രവാസിയായി താമസിച്ചിട്ടും ഇപ്പോഴും മനസ്സിൽ നിന്ന് ആ വിഷമം നീങ്ങിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതെന്ത് പ്രവാസിയാണ്? നമ്മൾ അറബികളെ കുറിച്ച് കേൾക്കുന്നുണ്ട്. അവർക്ക് മനസ്സിൽ എത്ര വെറുപ്പുണ്ടായാലും പിറ്റേ ദിവസം രാവിലെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും കൈഫാലക ഹബീബി അല്ലാഹു തആല ഉംറക അല്ലാഹു യതീക ലാഫിയ, 2 ദുആയും ഒരു സലാമും കൊടുത്താൽ ഓന്റെ മനസ്സിലുള്ളതൊക്കെ തീർന്ന്. ആ മനസ്സ് അവർക്കുള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ അവിടെ നിലനിൽക്കുന്നത്. ഒരു പൊട്ടന്മാരായതുകൊണ്ട് നിലനിൽക്കല്ല നമ്മൾ. അത് അവർക്ക് ആ മനസ്സുള്ളത് കൊണ്ടാണ് നമ്മൾ മുഴുവനും അവിടെ നിലനിന്ന് പോരുന്നത്. പക്ഷെ നമുക്ക് ഏതോ കാലത്ത് സംഭവിച്ചിരിക്കുന്ന ഒരു കറ മനസ്സിന്ന് പോണില്ല. അല്ലേ ആചാര്യ? പോണുണ്ടോ? ഹജ്ജിന് പോകാൻ വേണ്ടി ഒരുങ്ങി തൗബ ചെയ്ത് പൊരുത്തപ്പെടിപ്പിച്ച് എല്ലാം ആയി മക്കത്തെത്തി, അറഫയിൽ പോയി, മുസ്ദലിഫ കഴിഞ്ഞ് മിനയിലെത്തി. നമ്മളെ കുട്ടികൾ അല്ല നിങ്ങൾ ഹജ്ജിന് വന്നിട്ടുണ്ടോ? ഞാൻ വന്നു മോനെ, ഒക്കെ ചെയ്തത് നല്ല റാഹത്താണ്, വിവരങ്ങളൊക്കെ പറയുന്ന അല്ല നമ്മളെ അയൽവാസികളായിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, അത് പിന്നെ എന്തായി? അപ്പൊ ഇയാൾ ആചാരം എന്താ പറയണത്? അതെ പൊരുത്തപ്പെടുകയൊക്കെ ചെയ്തിരിക്കണേ, അങ്ങനത്തെ ഒരു പൊരുത്തപ്പെടലോട്ടല്ല. ഏത് പൊരുത്തപ്പെട്ടിട്ടുണ്ട്, പിന്നെ എന്തല്ല അങ്ങനത്തെ ഒരു സ്വർഗം കിട്ടുന്ന സൈസ് പൊരുത്തപ്പെടലല്ല, അതൊരു നരകത്തിൽ തന്നെ പോണ സൈസുള്ള പൊരുത്തപ്പെടലാണ്. അതല്ലേ അതിൻ്റെ അർത്ഥം? അപ്പൊ ഹജ്ജും ഉംറയും കല്ലേറും ഒക്കെ കഴിഞ്ഞിട്ടും നമ്മുടെ മനസ്സിൽ നിന്ന് ഏത് പോയിട്ടില്ല? ഏതോ കാലത്ത് സംഭവിച്ച ഒരു വാക്കിന്റെ അല്ലെങ്കിൽ ഒരു നോട്ടത്തിന്റെ ഒരു ശ്രദ്ധയുടെ. ഓ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒന്നും മനസ്സിൽ ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഇവിടെ നാട്ടിൽ തന്നെ താമസിക്കുന്നവർക്ക് ചിലപ്പോൾ അതൊക്കെ ഉണ്ടായി എന്ന് വന്നേക്കും. എന്തുകൊണ്ട്? അവർ നാട് വിട്ട് മറ്റൊന്നും കാണുന്നില്ല, അവർ ഈ കിച്ചൻ ലോകത്ത് നിന്ന് വേറെ എവിടെയും പോകുന്നുമില്ല. അപ്പൊ അവരെ മനസ്സിൽ ഒരു പക്ഷേ അങ്ങനെ ഉണ്ടായാൽ പോലും നമ്മുടെ മനസ്സിലാണ് മാറ്റം വരേണ്ടത്. നാമാണ് ദുബായിൽ പോയത്, നാമാണ് അബുദാബിയിൽ പോയത്, നമ്മളാണ് സൗദിയിൽ പോയത്, നമ്മളാണ് കുവൈത്തിൽ പോയത്, നമ്മളാണ് ബഹ്റൈനിൽ പോയത്, നമ്മളാണ് മക്കത്തുൽ മുക്കറമയിലും മദീനയിലും ഒക്കെ പോയത്. നാട്ടുകാർക്ക് പണ്ടാ കണ്ടത് തന്നെയാണുള്ളത്. അപ്പൊ അവർക്ക് പ്രത്യേകമായി മനസ്സിനൊരു ചേഞ്ചിങ് വരാൻ അവരൊരു യാത്രയും ചെയ്തിട്ടില്ല. നമുക്ക് ചേഞ്ചിങ് വരാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായി. എത്രയോ ആളുകളുമായി നമ്മൾ ബന്ധപ്പെട്ടു, കാലപ്പഴക്കം വന്നു, അന്നുണ്ടായിരുന്ന അവസ്ഥയിൽ നമ്മൾ എത്രയോ മാറി, നമ്മുടെ വീട് മാറി, താമസം മാറി, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നതൊക്കെ നമുക്കാണ്. വീട്ടിന്റെ അടുക്കളയിൽ നേരത്തെ കിച്ചൺ ബെഡ്റൂമായി താമസിക്കുന്ന ആളുകൾക്ക് അവർക്ക് മാറ്റം വരാൻ പ്രയാസമാണ്. എന്തുകൊണ്ട്? അവർക്കൊരു ചേഞ്ചിങ്ങിനുള്ള അവസരം കിട്ടിയിട്ടില്ല. ഇതൊക്കെ കിട്ടിയത് നമുക്കാണ്. 1 കൊല്ലം പള്ളി ദർശനും 1 കൊല്ലം ഗൾഫിലും താമസിച്ചാൽ പിന്നെ ദുനിയാവിൽ എവിടെയും ജീവിക്കാം. ഒരൊറ്റ വർഷം ദർസിൽ ഓതി പഠിക്കാം, 1 വർഷം ഗൾഫിലും നിൽക്കാം. ഓനിക്ക് പിന്നെ എവിടെ ജീവിക്കാൻ പ്രയാസം? ഒരു പ്രയാസം ഉണ്ടാവും. അങ്ങനെ ദർസിലെ ജീവിതത്തിൽ ഒരൊറ്റ ജോഡി ഡ്രസ്സ് കൊണ്ട് 2 കൊല്ലം ഓതി പഠിച്ചു. എൻ്റെ അനുഭവം അതാ. 1970-71 2 വർഷം ഞാൻ മുത്തഅല്ലിമായപ്പോൾ 1 ജോഡി വസ്ത്രം, അത് തന്നെ അലക്കിയിട്ടാ ഉണങ്ങി കിട്ടൂല, അന്നത്തെ കുപ്പായല്ലേ. അതേ സമയത്ത് ഗൾഫിലും ഇതേപോലെ വാപ്പ ഗൾഫിൽ ആദ്യം പോയി, എന്നിട്ട് മകന് ഇവിടെ വിസ അയച്ചു കൊടുത്തിട്ട് ഓൻ കിച്ചൺ ടു ദുബായ്. അവന്റെ ഗൾഫല്ല ഞാൻ പറഞ്ഞത്, കുറച്ച് ഗൾഫിൽ പോയി 1 കൊല്ലം. ഭാഷയും അറിയില്ല, ആളുകളെ അറിയില്ല, ഒന്നും അറിയില്ല. അങ്ങനത്തെ പ്രയാസങ്ങൾ. നമ്മളവിടെ ചെന്ന് നോക്കുമ്പോൾ ബാക്കി റൂമിൽ 2 ബംഗാളികൾ, ഇവർ പാകിസ്ഥാനികൾ, മറ്റൊരു വേറെ നാട്ടുകാർ. അപ്പോൾ അറബി സംസാരിക്കാൻ നമുക്കറിയില്ല, പാകിസ്ഥാനി സംസാരിക്കാൻ അത്രയും അറിയില്ല, ഹിന്ദി സംസാരിക്കാൻ അത്രയും അറിയില്ല. നമ്മളൊന്ന് ബാത്റൂമിൽ പോയി പൈപ്പ് തിരിക്കാൻ വേണ്ടി നോക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പൈപ്പല്ല തിരിഞ്ഞത്. അപ്പോഴൊക്കെ വെള്ളം ഒന്നായിട്ട് പുറത്തേക്ക്, അപ്പോഴൊക്കെ പുറത്തുനിന്ന് പാകിസ്ഥാനി പാനി ഉപ്പർ ഹേ എന്ന് പറഞ്ഞിട്ട് മോൻ്റെ വക, മറ്റോന് തണ്ണിക്ക് ഇപ്പർ ഹേ എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ വക. ഇതെല്ലാം കൂടി 1 കൊല്ലവനൊന്ന് അനുഭവിക്കണം. അങ്ങനെ ഒരു അനുഭവിച്ചിട്ട് ഗൾഫിൽ താമസിക്കുകയാണോ? അങ്ങനെ അനുഭവിച്ചിട്ട് 1 ജോഡി 2 റുപ്യ എന്ന് പറഞ്ഞ് വിറ്റവരാണ് ഇന്ന് ഗൾഫിൽ കാണുന്ന വലിയ പണക്കാർ. ഹൈപ്പർ മാർക്കറ്റും സൂപ്പർ മാർക്കറ്റും നടത്തുന്ന ആളുകളൊക്കെ ഇവിടെ നിന്ന് കുറേ പണം കൊണ്ട് അങ്ങോട്ട് പോയവരല്ല. പിന്നെ ആ ഉണക്ക പാസ്പോർട്ട് ഉണ്ടല്ലോ, ഉറുപ്പ്യൊക്കെ 3 പണ്ട് കിട്ടിയത്, ഇപ്പോഴാണ് അതിന് കുറച്ച് വില വന്നത്. ആ സാധനമായിട്ടാണ് എല്ലാവരും അങ്ങോട്ട് പോയത്. 1 ജോഡി 2 റുപ്യ എന്ന് പറഞ്ഞ് വിറ്റവരാണ് ഇന്ന് ഗൾഫിലുള്ള ഭൂരിഭാഗം പണക്കാർ.
പക്ഷെ അവരന്നത്തെ കഷ്ടപ്പാട് കണ്ടു. ഞാൻ 1 കൊല്ലം അവിടെ അനുഭവിച്ചു, 2 കൊല്ലം അവിടെ താമസിച്ചു, 1-2 വർഷം പള്ളി ദർശനം താമസിച്ചു. മക്കളെ, ഞമ്മക്ക് ജീവിക്കാൻ പറ്റാത്തൊരു ദുനിയാവ് പിന്നെ അള്ളാന്റെ ദുനിയാവിലുണ്ടാവില്ല. എല്ലാത്തിനോടും ചേരും. ഞാൻ ആദ്യം ദുബായി ചെന്നപ്പോൾ പാർണൂർ ഉസ്താദിനെ കണ്ടോടുന്നു. അപ്പൊ മൂപ്പര് പറഞ്ഞതിനോട് ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ മറ്റേ വലിയ ഇതുണ്ടല്ലോ, എന്താ അതിന് പറയാം, നമ്മളെ ഈ നാദാപുരം ബൈക്കുണ്ട് വലിയൊരു പത്തലിയാ അല്ല, ഒരു ഓട്ടോറിക്ഷൻ്റെ ടയർ വരെ ഉണ്ടാവും. അത് വലിയ സംഗതി. നമ്മളെ നാട്ടിലെ മലപ്പുറം ജില്ലയിൽ നെയ്സ് പത്തിരി ഉണ്ടാകുക. ഇതിൻ്റെയും വലുതുണ്ട്. ഇവിടെ തടിച്ചിട്ടുള്ളത്, അവിടെ പോയാൽ ഭീതി കൂടിയിട്ട് അതിനെന്താ പറയുക, വലിയ കുബൂസ്. ഈ കുബൂസും അതിൻ്റെ ഒപ്പം ഒരു കറിയെല്ലാം കൂടി കൊണ്ടുവന്ന് വെച്ചപ്പോൾ എന്നോട് പാർന്നൊരു ഉസ്താദ് പറഞ്ഞു, മോനെ ഇവിടെ എങ്ങനെ നിസ്കരിച്ചാലും ശരിയാവും, എന്ത് കഴിച്ചാലും ഇവിടെ വിശപ്പ് വരും, എവിടെ കിടന്നാലും ഉറങ്ങുകയും ചെയ്യും, അങ്ങനത്തെ രാജ്യമായിരുന്നു. അതാ. അപ്പൊ അതാണ് ഗൾഫിൽ നമ്മൾ കുറച്ചു കാലം ഒന്ന് താമസിക്കുമ്പോൾ നമുക്കൊരു ജീവിതം മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുന്നത്, പ്രവാസികളായ സുഹൃത്തുക്കളെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും നിങ്ങളെ ജീവിതം, ഞാൻ അവിടെ വന്നും പറയാറുണ്ട്, എന്താണ്, ഒരു മേശപ്പുറത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന മെഴുകുതിരിയാണ് ഒരു പ്രവാസി സഹോദരൻ. അവൻ ഉരുകുകയാണ്. ഗൾഫിൽ ഇപ്പോ ഈ വർഷത്തെ റമളാനു ഷരീഫിൽ 14 മണിക്കൂർ നോമ്പെടുക്കേണ്ടി വരും. കഠിനമായ ചൂടാണ് ഗൾഫിലെ എല്ലാ കൺട്രിയിലും, എല്ലാ സ്ഥലത്തും കഠിനമായ ചൂടാണ്. 14 മണിക്കൂർ അവിടെ നോമ്പ്, ഈ കഠിനമായ ചൂട്. ഇവിടെയാണെങ്കിലോ മണിക്കൂറിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഇവിടെ നല്ല മഴക്കാലം. ഇപ്പൊ ബറാത്തിന്റെ നോമ്പ് നോറ്റല്ലേ നമ്മൾ, തുറക്കാനായിട്ടും തുറക്കണമെന്ന് തോന്നുന്നില്ല, പിന്നെ തുറക്കാണ്ടെന്നാ പറ്റൂല്ലോ എന്ന് വിചാരിച്ചു. അത്രയും നല്ല മഴയും തണുപ്പുമാണ് ഇവിടെ. ഈ വ്യത്യാസത്തിൽ നമ്മൾ അവിടെ കടന്ന് ഉരുകുകയാണ്, ഗൾഫിൽ കടന്ന് ഉരുകുകയാണ് നിങ്ങൾ. ആ ഉരുകി 1 മാസം നിങ്ങൾ ഉരുകിയാൽ 1000 റിയാല് 1000 ദിർഹംസ് അത് കയ്യിൽ കിട്ടും. അത് കുവൈത്ത് ഒമാനൊക്കെ ആകുമ്പോൾ 1000-100 വരും. ഞാൻ ആദ്യം കുവൈത്ത് പോയപ്പോൾ ആരോടും സംഭാവന ഒന്നും വാങ്ങിയില്ല. എന്താ വെച്ചാൽ ആരോട് സംഭാവന, അവനോട് ശമ്പളം ചോദിച്ചപ്പോൾ 50 റുപ്യാണെന്നോ, മറ്റവനോട് ചോദിച്ചപ്പോൾ 40 റുപ്യാന്നോ. ഞാൻ ഇവിടുന്ന് 1000 റുപ്യ ശമ്പളമുള്ള ആൾ പോയതാ. ഞാൻ വിചാരിച്ചു ഈ മിസ്കിന്മാരോട് എന്ത് വാങ്ങാനാണ് വിചാരിച്ചു. ഇവർ 1000 റുപ്യ, ഇവർ 50 റുപ്യ 40 റുപ്യ എന്നാ പറയുന്നതും. ഞാൻ വിചാരിച്ചു പാവങ്ങൾ, കലേ പ്രവാസികളെ പറ്റിയിട്ട് പത്രത്തിൽ ഇങ്ങനെ കാണുകയും ചെയ്യാം, അതിൽപ്പെട്ട ആളായിരിക്കും ഇത് എന്ന് വിചാരിച്ചിട്ട് ആ പോക്കിൻ്റെത് വെറുതെ ആയിപ്പോയി, പാവം വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ ഇത് അറിയുന്നത് അത് കുവൈത്തിൽ 50 അപ്പോ ഇരിക്കട്ടെ, അത് വേറെ ഒരു കഥ. അപ്പോ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ ഈ പ്രവാസികളായി നമ്മളവിടെ ഉരുകി 1 മാസം തീർന്നപ്പോൾ 31-ാം തീയതി 30-ാം തീയതി 1-ാം തീയതി ഒക്കെ നമുക്ക് കിട്ടിയപ്പോൾ 100, 50, 1000 കിട്ടിയപ്പോൾ അത് നാട്ടിലേക്ക് കണക്ക് കൂട്ടി നോക്കുമ്പോൾ കുറച്ച് കൂടുതലുണ്ട്. അൽഹംദുലില്ലാ. UAE-യിലെ 1000 ഇവിടുത്തെ 12,000 ഉണ്ട് അല്ലേ, സൗദിയിലെ 1000 ഇവിടുത്തെ 11,500 ഉണ്ട്. ഇങ്ങനെ വന്നപ്പോൾ നമ്മൾ അവിടുത്തെ വെള്ളം, ലൈറ്റ്, താമസം, ബാക്കിയുള്ളതൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ ബാക്കി വന്ന 5000-ൽ നിന്ന് 1000 പള്ളിയിലേക്ക്, 1000 മദ്രസയിലേക്ക്, 2000 കുടുംബത്തിലേക്ക്, 1000 മരണപ്പെട്ടു പോയ അയൽവാസിയായ ഒരാൾ പറ്റ കഷ്ടപ്പാടുണ്ട്, അവർക്ക് ആദ്യത്തെ ശമ്പളത്തിൽ നിന്ന് ഇങ്ങനെ നിങ്ങൾ അയച്ചു കൊടുത്തു. 1 മാസം ഉരുകിയപ്പോൾ നിങ്ങൾ ആ 1 മാസം ഉരുകിയതിന്റെ ഫലം എന്താണ്? ഇവിടെ കുറെ ആളുകൾക്ക് വെളിച്ചം കണ്ടു. ഉമ്മാക്ക്, വാപ്പാക്ക് അവിടെ മരുന്ന് വാങ്ങാൻ, ഇവിടെ ചികിത്സയ്ക്ക്, മറ്റിടത്ത് വീടുണ്ടാക്കാൻ, എത്തിയും കുട്ടിയെ കെട്ടിക്കാൻ. നിങ്ങൾ ആ ഉരുകിയതിന്റെ മെഴുകുതിരിയായി നിങ്ങൾ ഉരുകിയാലോ. മെഴുകുതിരിക്കൊരു സമാധാനമുണ്ട്. എന്താ, ഞാൻ ഉരുകിയാലും എന്റെ വെളിച്ചത്തിൽ മറ്റേയാൾക്ക് കത്തെഴുതാൻ പറ്റിയാലോ, എന്റെ വെളിച്ചത്തിൽ മറ്റേയാൾക്ക് ഖുർആൻ ഓതാൻ പറ്റിയാലോ, എന്റെ വെളിച്ചത്തിൽ മറ്റേയാൾക്ക് സുജൂദ് ചെയ്യാൻ പറ്റിയാലോ. മെഴുകുതിരിക്കൊരു സമാധാനം. ഞാൻ വെളിച്ചം കാണിച്ചു കൊടുത്തത് കൊണ്ടല്ലേ ഇവർക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റിയത് എന്ന പോലെ പ്രവാസികളെ, നിങ്ങൾ 1 മാസം ഉരുകിയാൽ ഇവിടെ ഞങ്ങൾക്ക് ചെറിയ വെളിച്ചം കിട്ടും. അതാണ് നിങ്ങൾ ചെയ്യുന്ന സേവനം. ഈ സേവനത്തിൽ നിങ്ങൾ സേവനം ചെയ്യേണ്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലാഹുവിന്റെ ഖുർആൻ ഉണർത്തുന്നത് നിങ്ങളെ കുടുംബങ്ങൾ തന്നെയാണ്. കുടുംബത്തിൽപ്പെട്ട ആളുകൾ, നിങ്ങളെ വീട്ടിൽ ഭയങ്കര സൽക്കാരം നടക്കുന്നു, കുടുംബത്തിൽപ്പെട്ട ആരെയും വിളിച്ചിട്ടില്ല. നിങ്ങളെ വീട്ടിൽ ഭയങ്കരമായ ഉത്സവങ്ങൾ നടക്കുന്നു, കുടുംബത്തിൽപ്പെട്ട പാവങ്ങളെ വിളിച്ചിട്ടില്ല. നിങ്ങളെ മക്കൾ ഗൾഫിൽ നിന്നൊക്കെ വന്നു നോക്കുമ്പോൾ നല്ല നല്ല ചുറുചുറുക്കുള്ള മക്കൾ, ആ മക്കൾക്ക് നേരെ പെങ്ങളെ മക്കളെ അറിയില്ല, പെങ്ങളെ മക്കളെ അറിയില്ല. അങ്ങനെ കുടുംബത്തിൽപ്പെട്ട മക്കളെ ഒന്നും അവർക്ക് പരിചയം ഇല്ല. ഈ രൂപത്തിൽ കുടുംബങ്ങളുമായുള്ള അകൽച്ച
ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇതെന്റെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾ വളരെ വലിയ ഗൗരവത്തോടു കൂടെ തന്നെ കണക്കിലെടുക്കേണ്ടതാണ്. ആകയാൽ പ്രവാസി ജീവിതത്തിൽ നിങ്ങൾ ലീവിന് വരുമ്പോൾ കുടുംബങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ നിങ്ങൾ ഒരു സമയം കണ്ടെത്തിയേ മതിയാകും. അങ്ങനെ കുടുംബങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുക. കുഞ്ഞുങ്ങൾ തമ്മിൽ കുടുംബങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബോധ്യപ്പെടുന്ന പരിചയങ്ങൾ വരുത്തി കൊടുക്കുക. ഗൾഫിൽ നിന്ന് കൊണ്ടുവരണം എന്നില്ല ഇപ്പൊ സാധനങ്ങളൊന്നും. അത് ഈ കസ്റ്റംസ് ഓഫീസറുടെ അടുത്ത് വന്നിട്ട് തല കുനിച്ചിട്ട് തല ചൊറിഞ്ഞ് എന്തിന് നിൽക്കണം, ആ സാധനമൊക്കെ ഇപ്പൊ ഇവിടെ കിട്ടും. ഞാൻ 2 മാസം മുമ്പ് ദുബായി പോയപ്പോൾ അവിടുന്ന് ഒരു സുഹൃത്തിനോട് ചോദിച്ചു, അല്ല നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഏറ്റവും നല്ലത് എന്താന്ന് ചോദിച്ചു. അയാൾ എന്നോട് പറഞ്ഞു, ഉസ്താദെ ഇവിടുന്ന് കൊണ്ടുപോകാൻ നല്ല ലാഭമുള്ളത് പൈസയാണ് കാണുന്നത്. അപ്പോഴാണ് എനിക്കും അത് പോയത്. അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയതിൽ ഏറ്റവും നല്ലത് ഏതാ? പണം കൊണ്ടുവരില്ല. വരുന്ന വഴിക്ക് ആ ഡ്യൂട്ടി ഫ്രീയിൽ നിന്ന് എന്തെങ്കിലും സാധനം വാങ്ങാം. ഡ്യൂട്ടി ഫ്രീയിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ കുറച്ച് വാങ്ങാം, കവർ കൂടുതലും വാങ്ങാം. ഒരു സാധനം വാങ്ങി ഒരു കവറിലിടുക, വേറൊരു സാധനം വാങ്ങി ഒരു കവറിലിടുക, അങ്ങനെ കവർ കുറച്ച് കൂടുതൽ വാങ്ങാം. വരുന്ന വഴിക്ക് ഒരു തുണിഷാപ്പ് കയറിയിട്ട് ഇങ്ങനെ സാധനം വാങ്ങാം, ഈ കവറിലിടുക. അല്ലെങ്കിൽ പണം നഷ്ടപ്പെടുത്തേണ്ട. നമ്മുടെ നാട്ടിലാണ് പണം ആവശ്യമുള്ളത്. എല്ലാ സാധനത്തിനും ഇവിടെയാണ് വില ആദായത്തിൽ കിട്ടുന്നത്. ഞാൻ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേ വീട്ടിൽ നിന്ന് റൂമിൽ നിന്ന് ഇറങ്ങി എയർപോർട്ടിലേക്കുള്ള യാത്രാ മധ്യ ഭാര്യയ്ക്ക് ഒരു ഫോൺ ചെയ്യും. ഹലോ, പ്രത്യേകിച്ചൊന്നുമില്ല, സുഖമല്ലേ, ഞാൻ ഇപ്പോൾ നാട്ടിലേക്ക് വരാൻ വേണ്ടി നിൽക്കുകയാണ്, എയർപോർട്ടിലേക്ക് പോകാം, എന്തെങ്കിലും വാങ്ങേണ്ടതുണ്ടോ, പ്രത്യേകിച്ച് കുട്ടികൾക്ക് അതില്ലേ ഇതില്ലേ. അവൾ ഇങ്ങോട്ട് പറയാൻ അയക്കാതെ എല്ലാം അങ്ങ് ചോദിച്ചിട്ട് അങ്ങ് കട്ട് ചെയ്ത് കളി. അപ്പൊ പിന്നെ പെണ്ണുങ്ങൾ പറയും, ഈ ഫോണ് ഒരു ഉപകാരമില്ലാത്ത ഫോണ്, എന്തെല്ലോ വേണ്ടതെന്ന് ചോദിച്ചിന്, പക്ഷെ പറയാൻ സമയം കിട്ടിയില്ല. അപ്പോഴേക്ക് പിന്നെ നമ്മൾ എയർപോർട്ടിൽ കയറി പിന്നെ കിട്ടൂലല്ലോ. ഇങ്ങനെ രക്ഷപ്പെട്ടു പോവുകയാണ് മക്കളെ. ഇത് എന്റെ പ്രയാസം പ്രവാസികളായ നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയതാണ്. നിങ്ങളെ പ്രയാസം പറയാൻ വേണ്ടി നിന്നാലും വൈകുന്നേരം തീരൂല. ഇരിക്കട്ടെ. അപ്പൊ നമുക്ക് പ്രയാസങ്ങളും പ്രശ്നങ്ങളും വിഷയമൊക്കെ ഉണ്ട്. ഒരു കാര്യം തീർച്ചയാണ്, എന്താ? പ്രവാസിയുടെ പ്രയാസങ്ങളെ കുറിച്ച് ആരും അന്വേഷിക്കൂല. ഇവിടെ വരുമ്പോ നമ്മളോടൊക്കെ പറയും ഇവരെ പ്രയാസം മാത്രമായിരിക്കും. അത് എൻ്റെ ഒരു വിഷയമാണ്. ഞാൻ ആദ്യമായിട്ട് ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് ഈ കത്തുകളൊക്കെ എഴുതി തരുന്ന കാലഘട്ടമാണത്. കത്ത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഈ കത്ത് വെച്ച് പോയാൽ തന്നെങ്കിലും ഓനെ കാണാലോ. ചെന്ന് അവിടെ പോയി, ഹലോ മുഹമ്മദ് അലി അല്ലേ? ആ മുഹമ്മദ് അലിയാണ്. ആരാ വിളിക്കണേ? ഞാൻ ഇങ്ങനെ നാട്ടിൽ നിന്ന് വന്നൊരു ഉസ്താദാണ്. എന്താ വിശേഷം? നിങ്ങളെ പെങ്ങളൊരു കത്തുണ്ട് എൻ്റെ കയ്യിൽ. ഉസ്താദിൻ്റെ അടുത്ത് വെച്ചോളൂ, ഞാൻ വാങ്ങിക്കോളുന്നു. ഞാൻ 40 ദിവസം കഴിഞ്ഞ് പോരുന്നത് വരെ പിന്നെ ഓൻ വിളിച്ചിട്ടില്ല. കാരണം ഓനിക്കറിയാം പെങ്ങളെ കത്തിൽ എന്താ ഉണ്ടാകുക എന്നുള്ളത്, വായിക്കേണ്ടിയില്ല. അപ്പോ ഇവിടുന്ന് അങ്ങോട്ട് ഈ കത്തുകളിലും ഫോണിലും ഒക്കെ എന്താണ് കഷ്ടപ്പാടും വിഷമവും ഇങ്ങനെ പാർസലാക്കാൻ. എന്നാരെങ്കിലും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ അവിടെ വല്ല പ്രയാസമുണ്ടോന്ന്? ചോദിക്കൂല. അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും പ്രയാസങ്ങൾ കേൾക്കാൻ വിധിക്കപ്പെട്ട ഒരു നല്ല മനസ്സുള്ളവരാണ്. അള്ളാഹു ആ നല്ല മനസ്സ് കൂടുതൽ നിലനിർത്തി തരട്ടെ. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രയാസങ്ങൾ തീർക്കുന്നത് കൊണ്ട് നിങ്ങൾ വിചാരിച്ചോ നിങ്ങൾക്കതൊരു കഷ്ടപ്പാടാകുന്നു? നബി മുഹമ്മദുർ റസൂലുള്ളാഹ് അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാലല്ലാഹു അസ്സ വജൽ, ഖുദ്സിയായ ഹദീസ് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. ഖാലല്ലാഹു അസ്സ വജൽ, അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുണ്ട്, ഇൻ കുൻതും തുരീദൂന റഹ്മതി, അല്ലാഹ് പറയാണ് എന്റെ റഹ്മത്ത് നിങ്ങൾക്ക് കിട്ടണം എന്ന് നിങ്ങൾക്ക് പൂതിയുണ്ടോ? നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് ആശയുണ്ടോ? ഫർഹമൂ ഖൽഖി, എന്റെ സൃഷ്ടികളോടെല്ലാം നിങ്ങൾ കൃപ ചെയ്യണേ. അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫർഹമൂ ഖൽഖി, എന്റെ സൃഷ്ടികളോട് നിങ്ങൾ കൃപ ചെയ്തോ എങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു തആല കൃപ ചെയ്യും. പ്രവാസി സുഹൃത്തുക്കളെ, നിങ്ങൾക്കുള്ളത് ഗൾഫിന്റെ മണലാരണ്യത്തിൽ ചുട്ടുപൊള്ളുന്ന ഭൂമിയിലും തണുത്തു കോറുന്ന ഭൂമിയിലും നിങ്ങൾക്കുള്ള റഹ്മത്ത് റബ്ബ് നേരിട്ട് തരുന്നതാണ്. ആ റഹ്മത്ത് നിങ്ങൾ ഇവിടുത്തെ കുടുംബങ്ങളെ എല്ലാവരെയും സ്ഥാപനങ്ങളെയും ഒക്കെ സംരക്ഷിക്കുന്നത് കൊണ്ട് അള്ളാഹ് നിങ്ങൾക്ക് ഓശാരമായി തരുന്നതാണ് കേട്ടോ. നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നലില്ലാഹി ഖൽഖൻ, അള്ളാഹുവിന് ചില സൃഷ്ടികളുണ്ട്, ഖലഖഹും, അള്ളാഹു അവരെ പ്രത്യേകമായി പഠിച്ചത് ലിഹവായിജിൻ നാസ്, ജനങ്ങൾക്കുള്ള ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി പടക്കപ്പെട്ടവരുണ്ട്. ജനങ്ങൾ അവരിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഫീ ഹാജാത്തിയും, അവരുടെ ആവശ്യങ്ങളിൽ. അയാൾക്ക് ആ ആവശ്യമുണ്ട്, ഇയാൾക്ക് മറ്റേ ആവശ്യമുണ്ട്. സുബ്ഹാനല്ലാഹ്, പ്രവാസികളായ നമ്മളെ കമ്മിറ്റി കൂടിയാൽ നമ്മൾ വന്നാൽ എത്ര ആവശ്യക്കാരാണ് വരുന്നത്. ആവശ്യക്കാർ വരുമ്പോൾ വെറുപ്പിന്റെ മുഖം കാണിക്കല്ലേ മക്കളെ.
കുടുംബങ്ങളിൽ കഷ്ടപ്പെട്ടവർ വരുമ്പോൾ വെറുപ്പിന്റെ മുഖം കാണിക്കല്ലേ. അള്ളാഹു നിങ്ങളിലേക്ക് ഈ കുടുംബങ്ങൾക്കൊക്കെ വരാനുള്ള മനസ്സ് അള്ളാഹു ഇട്ടുകൊടുത്തതാണ്. നിങ്ങൾ അവരോട് നല്ല രൂപത്തിൽ വർത്തിച്ചോ. ഉലൈകൽ ആമിനൂന മിൻ അദാബില്ലാഹ്. ആവശ്യങ്ങൾ ചോദിച്ചുകൊണ്ട് വരുന്നവനെ സമാധാനിപ്പിക്കുക, ആശ്വസിപ്പിക്കുക, കൊടുക്കാൻ കഴിയുന്നത് കൊടുക്കുക, ശ്രമിക്കാമെന്ന് പറയുക, കഴിയുന്നത്ര ഉത്സാഹിച്ചു കൊടുക്കുക, അവിടുത്തെ കാര്യങ്ങൾ ഇവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, എന്നാലും അവർക്ക് മനസ്സിന് സന്തോഷം നൽകുക. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുവോ അള്ളാഹുവിന്റെ അദാബിൽ നിന്ന് നിങ്ങൾക്ക് കാവലുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. ഇതൊക്കെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ സമാധാനം നൽകലും ഈ ആശ്വാസം നൽകലുമൊക്കെ ആദ്യം ലഭിക്കേണ്ടത് ആർക്കാണ്? നിങ്ങളെ രക്തബന്ധം, നിങ്ങളെ വിവാഹബന്ധം, നിങ്ങളെ അയൽവക്ക ബന്ധം, കുടുംബത്തിനാണ്. നാട്ടിലുള്ള ആളുകൾ തമ്മിൽ അത് ഇടക്കിടക്ക് തീരുന്നുണ്ട്. കാരണം എന്താ? ഇവിടെ നിശ്ചയം, കല്യാണം, കല്യാണം, നിശ്ചയം, അങ്ങനെ ഇവിടെ ഇടക്കിടക്ക് മാറി മാറി വരുന്ന മേറാജ്, ബറാഅത്ത്, അതുപോലെ തന്നെ മുഹറം 10, ബദരീങ്ങളെ ആണ്ട്, നബിദിനം, ഇങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ വരുന്നുണ്ട്. അപ്പോഴൊക്കെ കുടുംബങ്ങൾ, നാട്ടുകാർ ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുമുട്ടുന്നു, കൂടിപ്പിരിയുന്നു. പഴയ കാലത്തൊക്കെ ഈ സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന്റെ ഭാഗമാണ് പുണ്യദിനങ്ങളെല്ലാം. എല്ലാ പുണ്യദിനങ്ങളും അങ്ങനെയാണ്. നേരത്തെ വദക്കിറുഹും ബി അയ്യാമില്ല എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? അള്ളാഹുവിന്റെ അയ്യാമുകളെ കൊണ്ട് ജനങ്ങളെ ഉത്ബുദ്ധരാക്കണം. മുമ്പ് ബറാഅത്തിന് അപ്പുറത്തെ വീട്ടിൽ ഏതുണ്ടാക്കി? നെയ്യപ്പം ഉണ്ടാക്കി. ഇപ്പുറത്തെ വീട്ടിൽ ആ അടിയിലും മേലെയും തീയുള്ള ആപ്പത്തിന് എന്താ പറയുക? ഇപ്പൊ അതൊക്കെ പോയി. കാലത്തപ്പം. അതാ, രണ്ടു ഭാഗത്തും തീയാണ്, അതുണ്ടാക്കി. അപ്പുറത്തെ വീട്ടിൽ ഒരു പലഹാരം വേറൊന്നുണ്ടാക്കി. മുമ്പ് നമ്മളെ നാട്ടിലുണ്ടായിരുന്ന ഒരു പലഹാരം, അതിങ്ങനെ പിടിച്ച് കടിച്ചാൽ ചക്കരയൊക്കെ വെച്ചിട്ടുണ്ടാക്കിയ പൂവട എന്നാ ഞങ്ങളെ നാട്ടിൽ പറയും. അതിങ്ങനെ കടിച്ചാൽ ശർക്കര ഇതിലങ്ങനെ വലിക്കും. പിന്നെ നമ്മൾ ആ ഭാഗം നോക്കല്ല, ഇതാ നോക്കാം. അങ്ങനെ എത്ര ഇതല്ലേ ഇപ്പൊ ആരോടാ പറയണ്ടേ? ഇപ്പൊ നിങ്ങൾക്ക് അതെല്ലാം ഒരു മോശമായിട്ട് ഇങ്ങനെ, അതല്ലേ നമ്മൾ കുഞ്ഞുങ്ങളായപ്പോൾ ഉണ്ടായതല്ലേ. നമ്മൾ നാട്ടിൽ വരുമ്പോ എന്താ ചെയ്യേണ്ടത്? നിങ്ങള് ഈ വക കിസ്സകളൊക്കെ ഒന്ന് ഇരുന്ന് പറയണം, മക്കളെ കേൾക്കത്തക്ക രീതിയിൽ. മക്കളെ കേൾക്കത്തക്ക രീതിയിൽ കിസ്സകളൊക്കെ ഇങ്ങനെ പറയാം. ഇപ്പൊ എന്താണ്, എൻ്റെ ഒരു ചെറിയ ചങ്ങായിണ്ട്, ഭയങ്കര വളവന. യാ റബ്ബേ, എന്ത് ജാതി വളവനാ നിങ്ങള്? ഞാൻ ഒരു ദിവസം വീട്ടിൽ ഈ മുരിങ്ങന്റെ താളിപ്പ് കറിയാണ്. കുട്ടികൾക്കാർക്കും അതത്ര ഒരു ഇതില്ല. അപ്പം ഞാൻ എൻ്റെ ചെറിയ മോനോട് പറഞ്ഞു, മോനെ ഇത് കഴിച്ചോ, ഇത് കണ്ണിൻ്റെ കാഴ്ചക്ക് മറ്റൊക്കെ ഇലൻ്റെ കറികളൊക്കെ വളരെ ഉഷാറാണ്, അതുകൊണ്ട് ഇലൻ്റെ കറിയൊക്കെ കഴിച്ചോ, കണ്ണിൻ്റെ കാഴ്ചക്കൊക്കെ നല്ലതാണെന്ന് പറയും ചെറിയ ചങ്ങായിനോട്. അപ്പോൾ ഓൻ്റെ മൂത്ത ആളോട് പറയാം, അത് തന്നെ എന്നാ ഉമ്മാമ ബെറ്റിലെ വല്ലാണ്ട് തിന്നുന്നത്. എങ്ങനെയുണ്ട് ഇങ്ങനത്തെ കുഞ്ഞുങ്ങളാണ് ഇപ്പോഴത്തെ മക്കളൊക്കെ അള്ളാഹു നന്നാക്കി തരട്ടെ. നമ്മൾ എഴുതുന്നതിൻ്റെ അപ്പുറം ഒരു വായിക്കൽ കഴിയും. അതാണ് മക്കളുടെ സ്ഥിതി. ഈ മക്കളെ നമുക്ക് നന്നാക്കിയെടുക്കാൻ സാധിക്കണമെങ്കിൽ, അപ്പം ഞാൻ ഈ മക്കളെ പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് എൻ്റെ ഉമ്മ പറയാം, നീ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു? ഇപ്പൊ കുട്ടികളോട് ദേഷ്യം പിടിക്കാം. അപ്പൊ ഞാൻ ഉമ്മാനോട് ചോദിച്ചു, ഞാൻ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു? നമ്മൾ ചെറിയ കുട്ടിയാകുമ്പോഴുള്ള കഥ ഉമ്മയെ കൊണ്ടൊന്ന് പറയിപ്പിച്ച് അത് കേൾക്കാൻ എന്തൊരു കൗതുകം. ഉമ്മാക്കാണെങ്കിൽ അതിങ്ങനെ പറഞ്ഞു തരാൻ എന്തൊരു ഉഷാറ്. സിറാജുല്ലുദീക്ക് വിഷയം അവതരിപ്പിക്കാൻ എന്നെ ക്ഷണിച്ചതും ഞാൻ എൻ്റെ ഉമ്മാന്റെ അടുത്ത് ഇരുന്നിട്ട് ഉമ്മ വിഷയം അവതരിപ്പിക്കുന്നത് കേൾക്കുന്നൊരു ഉമ്മാക്ക് എന്താ സുബ്ഹാനല്ലാഹ്. ഉമ്മ ഇങ്ങനെ കിസ്സ പറയാം, നമ്മളതിങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക. എന്താ ഉമ്മാന്റെ സന്തോഷം വർദ്ധിപ്പിക്കുന്നത്? ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഉമ്മയെ സന്തോഷിപ്പിക്കൽ, വാപ്പയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് വാപ്പയെ സന്തോഷിപ്പിക്കൽ. പ്രവാസി സുഹൃത്തുക്കളെ, 8 മാസം 10 മാസം 1 വർഷം 2 വർഷം 10 വർഷമൊക്കെ ഗൾഫിൽ നിന്ന് താമസിച്ച് വന്നിട്ട് നിങ്ങൾക്ക് തിരക്ക് കൂടിയോ? നിങ്ങൾക്ക് ധൃതി കൂടിയോ? ഉമ്മയുടെ കൂടെ ഒരു ദിവസം ഫുള്ളായി താമസിച്ചിട്ട് പഴയ കാലത്തെ കിസ്സയൊക്കെ ഒന്ന് ഉമ്മയെ കൊണ്ട് പറയിപ്പിച്ച് ഉമ്മയുടെ സന്തോഷം വാങ്ങാൻ നിങ്ങൾക്ക് സമയം കിട്ടിയില്ല അല്ലേ? അതിന് നിങ്ങൾക്ക് സമയമില്ല അല്ലേ? എത്രയാണ് നമുക്കുള്ള നഷ്ടം? നമ്മുടെ ജീവിതത്തിലെ വളരെ വിലപ്പെട്ട മണിക്കൂറുകൾ ഉമ്മയുടെ മനസ്സിനെ സാന്ത്വനപ്പെടുത്താൻ, ഉമ്മയുടെ മനസ്സിന്റെ സ്നേഹം വാങ്ങാൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അത് നമ്മൾ പ്രത്യേകമായി കണക്കിലെടുക്കണം. അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബ ബന്ധത്തിന്റെ പ്രാധാന്യത്തിൽ ഏറെ സംസാരിച്ചിട്ടുണ്ട്.
ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, റബ്ബേ, സ്വർഗത്തിൽ ഓരോ ആളുകൾക്കും ഒരു കൂട്ടുകാരുണ്ടല്ലോ, എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരനെ ഒന്ന് എനിക്ക് കാണിച്ചു തരാമോ? മൂസാ നബി അലൈഹിസ്സലാം ആഗ്രഹം പ്രകടിപ്പിച്ചു അള്ളാഹുവിന് മുമ്പിൽ. മൂസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു തആല വിളിച്ചിട്ട് പറഞ്ഞു, മൂസാ നബിയെ, നിങ്ങളുടെ അടുത്ത മാർക്കറ്റിൽ നിങ്ങൾ പോകുക. കാലത്ത് ആ മാർക്കറ്റിൽ ചെന്നാൽ നിങ്ങൾക്കൊരാളെ കാണാം. അദ്ദേഹം മാർക്കറ്റിൽ താമസിക്കുന്ന മുതലാളിമാരും ഉദ്യോഗസ്ഥന്മാരോടുമൊക്കെ അവരുടെ പഴയ വസ്ത്രങ്ങൾ വാങ്ങിയിട്ട് അലക്കിയ വസ്ത്രം തിരിച്ചങ്ങോട്ട് കൊടുക്കുന്നത് കാണാം. പഴയ വസ്ത്രം വാങ്ങുക, അത് കൊണ്ടുപോയിട്ട് അലക്കുക, പിറ്റേ ദിവസം വരുമ്പോൾ അലക്കിയ ഡ്രസ്സ് തിരിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒരു ജോലി ചെയ്യുന്ന ആളെ നിങ്ങൾക്ക് മാർക്കറ്റിൽ കാണാം. അയാളെ പിന്തുടർന്നോ? മൂസാ നബി നോക്കി നടന്നു, ആളെ കണ്ടെത്തി. അയാൾ പഴയ ഡ്രസ്സുകൾ വാങ്ങുന്നു, അലക്കിയത് തിരിച്ചു കൊടുക്കുന്നു. ഞാൻ അലക്കിയൊക്കെ തിരിച്ചൊക്കെ വാങ്ങിയിട്ട് ആ ഡ്രസ്സുകളൊക്കെ അലക്കി റെഡിയാക്കി വെച്ചിട്ട് അദ്ദേഹം മാർക്കറ്റിൽ വന്ന് മാംസങ്ങളും സാധനങ്ങളും വാങ്ങി ഒരു ചെറിയ കീസിലാക്കി നടക്കുന്നു. കുറേ ദൂരം നടന്നു. മൂസാ നബി അലൈഹി സ്വലാം പുറകിൽ തന്നെ. അങ്ങനെ നടന്ന് നടന്ന് എന്ന് ഒരു കൊച്ചു കൂരയിലേക്ക് അയാൾ അങ്ങ് കയറി. മൂസാ നബി മുറ്റത്ത് അങ്ങനെ നിന്നു. മൂസാ നബി ശ്രദ്ധിച്ചു, ഞാൻ കൂരയിലേക്ക് കയറിയിരിക്കുന്ന ഈ ചെറുപ്പക്കാരൻ അകത്ത് ചെന്ന ഉടനെ കയ്യിലുണ്ടായിരുന്ന ഈ സാധനങ്ങളൊക്കെ, ഭക്ഷണങ്ങളൊക്കെ ഒരു പാത്രത്തിൽ റെഡിയാക്കി വെച്ചു. റൂമിന്റെ വാതിൽ തുറന്നു. അവിടെ ഒരു പ്രായമായി ചൂരൽ ഒരു കട്ടിലിങ്ങനെ വളഞ്ഞു കിടക്കുന്ന പ്രായമായ ഉമ്മയുണ്ട്. ആ ഉമ്മയെ ഈ ചെറുപ്പക്കാരൻ ചെന്ന് നോക്കുമ്പോൾ, രാവിലെ പോയിട്ട് ചെറുപ്പക്കാരൻ തിരിച്ചു വരുന്നതിനൊക്കെ ആ ഉമ്മ അവിടെ മൂത്രമൊഴിച്ചതുണ്ട്, തുപ്പിയതുണ്ട്. നമ്മുടെ ഭാഷയിൽ ആ ഉമ്മയുടെ കൊളാമ്പിയും ആ ഉമ്മയുടെ വസ്ത്രങ്ങളും ഇതൊക്കെ അഴിച്ചു വെച്ചു. അതൊക്കെ മാറ്റി പുതിയതൊക്കെ ധരിപ്പിച്ചു കൊടുത്തു. ആ ഉമ്മയുടെ കൊളാമ്പിയൊക്കെ കഴുകി വെച്ചു. ആ ഉമ്മയുടെ റൂമൊക്കെ ഒന്ന് അടിച്ചു വൃത്തിയാക്കി. മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഭക്ഷണം ആ മോൻ എടുത്തുകൊണ്ട് വന്നിട്ട് ആ ഉമ്മയെ ഇങ്ങനെ ചുമരിലേക്ക് താങ്ങിക്കിടത്തി. ആ ഉമ്മയുടെ തല ഇങ്ങനെ ചുമരിലേക്ക് വെച്ചിട്ട് ഭക്ഷണം ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഞെമിണ്ടി പാകപ്പെടുത്തിയിട്ട് ആ ഉമ്മയുടെ വായിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ ഓരോ ഭക്ഷണവും ആ ഉമ്മ താഴോട്ടിറക്കിയിട്ട് ആ ഉമ്മ ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ജഅൽ ഇബ്നി ഹാദാ ജലീസ മൂസാ ഫിൽ ജന്നാ. റബ്ബേ, എന്റെ ഈ പ്രിയപ്പെട്ട മോനെ മൂസാ നബിക്ക് സ്വർഗത്തിൽ കൂട്ടുകാരനാക്കണേ അല്ലാ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മൂസാ നബി അലൈഹിസ്സലാം നിറക്കണ്ണുകളോടെ കണ്ട രംഗം കിതാബുകൾ കാണാം. നമുക്ക് അമ്പിയാക്കൾക്കൊപ്പം, നമുക്ക് മഹാന്മാർക്കൊപ്പം സ്വർഗത്തിൽ പ്രവേശനമുണ്ടെന്ന് ബോധം നമുക്ക് വേണം. അതുണ്ടാകണോ? കുടുംബത്തെ നോക്കണം. പ്രവാസി കുടുംബം. നമ്മുടെ കുടുംബത്തിൽ രക്തബന്ധത്തിലെ കുടുംബം, വിവാഹബന്ധത്തിലെ കുടുംബം, മുലകുടി ബന്ധത്തിലെ കുടുംബം, അയൽവക്കം എന്ന കുടുംബം. നമ്മൾ സംഘടനാ കുടുംബം എന്ന രീതിയിലാണ് നാം ഈ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇതൊരു ഈമാനിക കുടുംബമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലാഹു നിലനിർത്തുമാറാവട്ടെ. ഇതിന്റെ 100 ഇരട്ടി നിലനിർത്തേണ്ട മറ്റൊന്നാണ് നമ്മുടെ ഏറ്റവും അടുത്ത രക്തബന്ധത്തിലുള്ള കുടുംബങ്ങൾ. കുടുംബങ്ങളിലേക്ക് മക്കളുമായി പോയി കുടുംബയാത്ര ചെയ്യുക, കുടുംബങ്ങളെ ഇങ്ങോട്ട് വിളിക്കുക. സാധിക്കുന്നവർ സാധിക്കുന്നത് പോലെ ചെയ്താൽ മതിയല്ലോ. സുബ്ഹാനല്ലാഹ്, എനിക്ക് കഴിവുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം നോമ്പ് തുറപ്പിച്ചത് 300 ആളുകളെയാണ് എന്ന് വെച്ചോ. ഉദാഹരണത്തിന് എന്റെ അനുജന് കഴിവില്ല. ഞാൻ അവനോട് പറഞ്ഞു, മോനെ, നിനക്ക് നോമ്പ് തുറപ്പിക്കാൻ കഴിവില്ലെങ്കിൽ നല്ലൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്താണ്? നീയും ഭാര്യയും 2 മക്കളും നിങ്ങൾക്ക് നോമ്പ് തുറക്കാൻ ഉണ്ടാക്കണമല്ലോ. അതിൽ ഒരു 5 പത്തിരി കൂടുതൽ ഉണ്ടാക്കുക ദിവസം. ഒരു ദിവസം ഒരാളെ വിളിക്കുക, അയൽവാസിയായ ഒരാളെ വിളിച്ചു ഒരു ദിവസം, രണ്ടാമത്തെ ദിവസം വേറൊരാളെ വിളിച്ചു, മൂന്നാമത്തെ ദിവസം വേറൊരാളെ വിളിച്ചു. 30 ദിവസവും ഓരോരാളെ തുറപ്പിച്ചപ്പോൾ 30 ആളെ നോമ്പ് തുറപ്പിച്ച പ്രതിഫലം അവനിക്കും ഉറച്ചു. കഴിവുള്ളത് കൊണ്ട് എനിക്ക് 300 ആളെ തുറപ്പിക്കാൻ വേണ്ടി പറ്റി, എനിക്ക് കഴിവില്ലല്ലോ എന്ന് ഒഴിയലല്ല. അയൽവാസി കുടുംബം, രക്തബന്ധത്തിലെ കുടുംബം, വിവാഹബന്ധത്തിലെ കുടുംബം. ഇവിടെയാണ് ഞാൻ എൻ്റെ സഹോദരിമാരോട് പറഞ്ഞത്, സഹോദരിമാരെ, ഭർത്താവിന്റെ കുടുംബത്തിലേക്ക് പോകാൻ, ആ കുടുംബത്തിലെ ആളുകളെ വിവരമറിയാൻ, അവരെ സഹായിക്കാൻ നിങ്ങളെ ഭാഗത്തുനിന്നാണ് പ്രേരണ വേണ്ടത്. ഭർത്താക്കന്മാരെ, ഭാര്യയുടെ കുടുംബത്തിലേക്ക് പോകാൻ, അവരെ സഹായിക്കാൻ, അതിനുള്ള പ്രേരണ നിങ്ങളെ ഭാഗത്ത് നിന്നാണ് വരേണ്ടത്. അങ്ങനെ ഭർത്താവിന്റെ ഭാഗത്തു നിന്നും ഭാര്യയുടെ ഭാഗത്തു നിന്നും ആ രൂപത്തിലുള്ള ഒരു പ്രത്യേകമായ താല്പര്യം ജനിക്കുമ്പോൾ കുടുംബങ്ങൾ തമ്മിലുള്ള ഇസ്ലാം വളരെയധികം ആഘോഷങ്ങളായി കൊല്ലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ആഘോഷങ്ങൾ ഇസ്ലാം വെച്ചു. ഒന്ന് ചെറിയ പെരുന്നാൾ, ഒന്ന് വലിയ പെരുന്നാൾ. ഞാൻ 2 പെരുന്നാൾ ദിവസത്തെക്കുറിച്ചും ഖുതുബയിൽ നമ്മൾ കേട്ടത് എന്താണ്? യൗമുസ്സീനത്തി വൽ ഈദ്, യൗമു ജിത്തിമാഇൽ ഖരീബി വൽ ബഈദ്.
ഞാൻ എൻ്റെ തുടക്കത്തിൽ പറഞ്ഞ വിഷയത്തിലേക്ക് തിരിച്ചു പോകുന്നു. നമുക്ക് രണ്ട് കടമ. ഒന്ന്, ഉടമസ്ഥനായ റബ്ബുമായി നേരിൽ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കടമ നിർവഹിക്കുക. രണ്ട്, അള്ളാഹുവിന്റെ സൃഷ്ടികളുമായി ബന്ധപ്പെട്ടതിൽ പെരുന്നാളിന് നിസ്കരിക്കണം, അള്ളാഹുമായി ബന്ധപ്പെട്ടതാണ്. തക്ബീർ ചൊല്ലണം, അള്ളാഹുമായി ബന്ധപ്പെട്ടതാണ്. ഫിത്ർ സക്കാത്ത് കൊടുക്കണം, അത് സൃഷ്ടികളുമായി ബന്ധപ്പെട്ടതാണ്. അവർക്കൊക്കെ പുതുവസ്ത്രമുണ്ടോ എന്ന് നോക്കണം, അത് ജനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും സൽക്കാരങ്ങൾ നടത്തണം, ജനങ്ങളുമായി ബന്ധപ്പെട്ട. രണ്ടും ചേർന്നതാണ്. ബഹുമാനപ്പെട്ട ഔലിയാക്കളുടെ നേതാവ് സുൽത്താനുൽ ആരിഫീൻ അശ്ശൈഖ് അഹ്മദുൽ കബീർ റിഫാഈ ഷേഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം, ളുഹർ നിസ്കരിച്ചാൽ അസറാകുമ്പോഴേക്ക് ഖുർആൻ ഒരു ഖത്തം തീർത്തു, അസർ നിസ്കരിച്ചാൽ മഗ്രിബി ആകുമ്പോഴേക്ക് ഖുർആൻ ഒരു ഖത്തം തീർത്തു, മഗ്രിബി നിസ്കരിച്ചു ഇശാ ആകുമ്പോഴേക്ക് ഖുർആൻ ഒരു ഖത്തം തീർത്തു. അത് അവരുടെ ലോകമാണ്. അത്രയും വലിയ ഇബാദത്തിന്റെ മഹാൻ ആ മഹാനവറുകൾ റിഫാഈ ഷേഖിന്റെ നാട്ടിൽ അക്കാലത്ത് ചന്തയുണ്ട്. ചന്ത ഇപ്പൊ പിന്നെ ചന്തല്ല. ഉണ്ടോ? ചന്ത എന്ന് പറഞ്ഞാൽ അറിയാം അല്ലേ? ഇപ്പൊ ചന്ത ഉണ്ടോ? കുറഞ്ഞു അല്ലേ? മുമ്പെന്താണ് ഏറ്റവും ലാഭകരമായ സാധനങ്ങളൊക്കെ, എല്ലാ സാധനങ്ങളും കിട്ടലൊക്കെ ചന്തയിൽ. ഇപ്പൊ ഇനി ചന്തന്റെ ആവശ്യമില്ല. ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്, എന്തെല്ലാം ഓഫറുകളാണ്. യാ റബ്ബെ, മുലക്കുപ്പി വാങ്ങിയാൽ കുട്ടി ഫ്രീ ആണ്. അങ്ങനത്തെ കാലഘട്ടമായി. പിന്നെ ചന്തന്റെ ആവശ്യം എന്താ? അപ്പൊ ചന്തന്റെ ആവശ്യം ഇപ്പൊ കുറഞ്ഞു. അന്നതല്ല, ചന്തയിലാണ് എല്ലാ സംഗതികളും കിട്ടാറുള്ളത്. യാ റബ്ബ്. അപ്പൊ ആ ചന്തയുടെ ദിവസം റിഫാഈ ഷേഖ് റളിയല്ലാഹുവിന്റെ നാട്ടിൽ ചന്ത നടക്കുന്ന കാലത്ത് ബഹുമാനപ്പെട്ടവർ ആ ദിവസത്തിലെ ഇബാദത്തുകൾ, വളായിഫുകളൊക്കെ നേരത്തെ ചെയ്തു തീർത്തിട്ട് വളരെ കാലത്ത് ബഹുമാനപ്പെട്ടവർ ആളുകൾ ഇങ്ങനെ നടന്നു പോകുന്ന റോട്ടിൽ വന്ന് കാത്തു നിൽക്കുകയാണ്. എന്താ കാത്തു നിൽക്കുന്നത്? ചന്തയിലേക്ക് മുതലാളി പോകുന്നു, തൊഴിലാളി പോകുന്നു, കച്ചവടക്കാർ പോകുന്നു, ബിസിനസ്സുകാർ പോകുന്നു, വ്യാപാരികൾ പോകുന്നു. ആ കൂട്ടത്തിൽ അവരൊക്കെ ജീവിതത്തിന് വഴി കണ്ടെത്തുന്ന അതേപോലെ തന്നെയാണ് കണ്ണ് കാണാത്ത ആള്, സംസാരിക്കാൻ പറ്റാത്ത ആള്, നടക്കാൻ പറ്റാത്ത ആള്, അവരും ഒക്കെ ചന്തയിലേക്ക് പുറപ്പെടുന്നുണ്ട്. പക്ഷേ ചന്തയിലേക്ക് വഴി അറിയാതെ കണ്ണ് കാണാത്ത ആള് വഴിതെറ്റിപ്പോകുന്നു. ചന്തയിലേക്ക് നടക്കാൻ കഴിയാതെ വേച്ച് ചന്തി വെച്ച് നിരങ്ങി നടന്ന് അങ്ങോട്ടേക്ക് എത്താൻ ചന്ത സമയം കഴിഞ്ഞിട്ടും പുറപ്പെട്ട ആൾ ചന്തയിലെത്തുന്നില്ല. ഇങ്ങനെ കഷ്ടപ്പെട്ട ആളുകളുണ്ട്. അവരെ പ്രതീക്ഷിച്ചുകൊണ്ട് റിഫാഈ ഷേഖ് റളിയല്ലാഹു അൻഹു കാത്തു നിൽക്കുകയാണ്. അതാ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു ദിവസം റിഫാഈ ഷേഖ് റളിയല്ലാഹു അൻഹു കാത്തു നിൽക്കുമ്പോൾ ഇങ്ങനെ ചന്തി വെച്ചിട്ട് ഇങ്ങനെ വേച്ച് നിരങ്ങി വരുന്ന ആളെ കണ്ടപ്പോ റിഫാഈ ഷേഖ് റളിയല്ലാഹു അൻഹു ഓടിച്ചെന്നു, അദ്ദേഹത്തെ വാരി എടുത്തിട്ട് ചുമലിൽ വെച്ചു. റിഫാഈ ഷേഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെയും കൊണ്ട് ചുമന്നുകൊണ്ട് വഹിച്ചുകൊണ്ട് ചന്തയിലേക്ക് പോകുമ്പോൾ അതാ കണ്ണ് കാണാത്ത ആൾ നടന്നു പോകുന്നു. റിഫാഈ ഷേഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ പിടിച്ചു. ഒരു കയ്യിൽ കണ്ണ് കാണാത്ത ആളെയും ഒരു ചുമലിൽ നടക്കാൻ വയ്യാത്ത ആളെയും വഹിച്ചുകൊണ്ട് ചന്തയിലേക്ക് കയറി ചെല്ലുന്ന സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഈ ഷേഖ് തങ്ങളെ ഫോട്ടോ നിങ്ങളെ മനസ്സിലൊന്ന് ഓർത്തു നോക്കൂ. റിഫാഈ ഷേഖ് തങ്ങളവരെ ചന്തയിലിരുത്തിയിട്ട് മാർക്കറ്റുകാരോട്, കച്ചവടക്കാരോട്, അതാ ഞാൻ ഇരിക്കുന്ന ആൾക്ക് നടക്കാൻ വയ്യാത്ത ആളാണ്, നിങ്ങളെ സദക്കയും നിങ്ങളെ സംഭാവനകളും അദ്ദേഹത്തിന് അങ്ങോട്ട് എത്തിച്ചു കൊടുക്കണം, അയാൾ കണ്ണ് കാണാത്ത ആളാണ്, അയാളെ നിങ്ങൾ സഹായിക്കണം. ഓർത്തു നോക്കൂ സഹോദരന്മാരെ, ഇതാണ് അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ച രീതി. റിഫാഈ ഷേഖ് റളിയല്ലാഹുവിന്റെ നാട്ടിൽ പട്ടികൾക്ക് രോഗമായി. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പന്നിപ്പനി എന്ന് പറഞ്ഞല്ലോ ഇല്ലേ? ഇപ്പൊ അതെല്ലാം കൂടി H1N1 എന്നൊക്കെ ആക്കി മാറ്റിയതാണ്. സംഗതി പന്നിപ്പനി തന്നെയാണ്. പട്ടിക്ക് പനി ഉണ്ടായി, പട്ടിക്ക് രോഗമായി. പട്ടിക്ക് പനി പിടിച്ചിട്ട് വിറവിറച്ചുകൊണ്ട് ശരീരത്തിനൊരു പഴുപ്പ്, ആ പഴുപ്പ് പൊട്ടിയിട്ട് രോഗം, മാംസങ്ങൾ കൊഴിഞ്ഞു പോവുക. റിഫാഈ ഷേഖിന്റെ മുന്നിൽ പട്ടി കരഞ്ഞുകൊണ്ട് വന്നു. മഹാനായ റിഫാഈ ഷേഖ് റളിയല്ലാഹു അൻഹു എന്താണ് ചെയ്തത്? റിഫാഈ ഷേഖ് തങ്ങൾ ആ പട്ടിക്ക് താമസിക്കാൻ ചെറിയൊരു കൂര ഇങ്ങനെ ഉണ്ടാക്കി, നമ്മളെ ഈ കൊട ഇങ്ങനെ പൂട്ടി വെച്ചതുപോലെ ഒരു കൂടിങ്ങനെ ഉണ്ടാക്കി. ആ കൂട്ടിനകത്ത് ഇല വെട്ടിയിട്ട് വെച്ചു. റിഫാഈ ഷേഖ് തങ്ങൾ പട്ടിക്ക് അവിടെ വിശ്രമിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തു. മഹാനായ റിഫാഈ ഷേഖ് തങ്ങൾ മലമുകളിൽ കയറി പറിമരുന്നുകൾ പറിച്ചുണ്ടാക്കി, ജെയ്ത്തെണ്ണയിൽ വെച്ച് കാച്ചി, അത് പക്ഷിയുടെ തൂവലെടുത്തു, എന്നിട്ട് പട്ടിയുടെ ശരീരത്തിൽ ഇങ്ങനെ പുരട്ടിക്കൊടുത്തു. പച്ചമരുന്ന് ചികിത്സ ഒരു കോഴ്സാണ്. 40 ദിവസത്തെ കോഴ്സ് പൂർത്തിയാക്കി പട്ടി ആരോഗ്യവതിയായി പുറത്തു വന്നപ്പോൾ ആളുകളൊക്കെ ചോദിച്ചു, അല്ല റിഫാഈ ഷേഖ് തങ്ങളെ, നിങ്ങൾ ഈ പട്ടി ഇങ്ങനെ ചികിത്സിക്കാൻ? ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു,
രോഗം ആർക്ക് വരും കണക്കാക്കാൻ പറ്റിയതല്ല. മനുഷ്യനായാലും പട്ടിക്കായാലും രോഗം നൽകുന്നത് ആരും ചോദിച്ചു വാങ്ങിയതല്ല, അള്ളാഹു കൊടുക്കുന്നതാണ്. പട്ടികളെല്ലാവരും കൂടിയാൽ ഈ രോഗത്തിന് ചികിത്സ അറിയില്ലല്ലോ. ചികിത്സ അറിയുന്നത് നമുക്കല്ലേ. ആ പട്ടി വേദനിച്ച് നമ്മുടെ മുമ്പിൽ വന്ന് കരഞ്ഞിട്ട് അതിന് ചികിത്സിക്കാതിരുന്നാൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ വരുന്ന സമയത്ത് ഈ പട്ടി റബ്ബിനോട് പറയാണ്, റബ്ബേ, അഹമ്മദുൽ കബീർ നല്ല ആളായിരിക്കും, വലിയ ആളായിരിക്കും, സംഗതി ശരിയാണ്, വേദന സഹിച്ച് പടപടച്ചുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തിന്റെ മുന്നിലെത്തിയപ്പോൾ എനിക്ക് മരുന്ന് തരാത്ത ആളാണ് കേട്ടോ എന്ന് സിറാത്ത് പാലത്തിനടുത്ത് പട്ടി എന്നെ സംബന്ധിച്ച് കേസ് പറഞ്ഞാലോ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ ദീൻ അള്ളാഹുവിന്റെ സൃഷ്ടികളുമായി ബന്ധപ്പെട്ടത് ചെയ്യണം, അള്ളാഹുമായി ബന്ധപ്പെട്ടത് ചെയ്യണം. അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ, രണ്ടുമാണ് ദീന്, രണ്ടുമാണ് ദീൻ. അഖീമുസ്സലാത്ത വആത്തുസ് സക്കാ, രണ്ടും ആണ് ദീൻ. അനിഷ്കുർലി വലിവാലിദൈക്, രണ്ടും ചേർന്നതാണ് ദീൻ, രണ്ടും ചേർന്നതാണ് ദീൻ. അപ്പോ അള്ളാഹുവിന്റെ സൃഷ്ടികളുമായി ബന്ധപ്പെട്ടത് ചെയ്യണം, അള്ളാഹുമായി നേരിട്ട് ബന്ധപ്പെട്ട് നിസ്കാരം, നോമ്പ്, ഖുർആൻ പാരായണം, എഴുത്തിക്കാപ്പ്, സ്വലാത്ത്, അതെല്ലാം ആ അള്ളാഹുമായി നേരിൽ ബന്ധപ്പെട്ടതാണ്. പ്രിയപ്പെട്ടവരെ, ദാനധർമ്മങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, ആ ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ, അങ്ങനെ അങ്ങോട്ട് ധാരാളം. പിന്നെ ഗൾഫ് സുഹൃത്തുക്കളെ കൊണ്ട്, പ്രവാസി സുഹൃത്തുക്കളെ കൊണ്ട് നമ്മുടെ നാട്ടിന് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിച്ചു. അത് നിങ്ങളൊക്കെ വിചാരിക്കുന്ന മാറ്റങ്ങളൊക്കെ ഒന്ന്. അതിന് പുറമെ രണ്ട് മാറ്റങ്ങൾ. ഒന്ന്, ആളുകളൊക്കെ അസ്സലാമു അലൈക്കും എന്ന് പറയാൻ തുടങ്ങി. സലാം പറയാൻ ആൾക്കാർ മടിയായിട്ട് ഇങ്ങനെ നിൽക്കും. ഇനിയിപ്പോൾ ഈ ഗൾഫ് സുഹൃത്തുക്കൾ വന്നപ്പോൾ എല്ലാവരും അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും. അപ്പോൾ ഒരു സലാം പറയൽ കൂടിയിട്ടുണ്ട്. ആ സലാം പറഞ്ഞാൽ തന്നെ രണ്ട് കൈ ഉണ്ടായാലും അതിന് കിട്ടാൻ വലിയ പണിയാണ്. കൈ രണ്ടെണ്ണം എനിക്ക് ആഫിയത്തോടു കൂടെ ഉണ്ടെങ്കിൽ ഒരു കൈ കൊടുക്കാൻ ആളുകൾ ഇങ്ങനെ മടിച്ചിട്ട് കൊടുക്കണം. ഇപ്പൊ ഈ പ്രവാസി സുഹൃത്തുക്കളൊക്കെ വന്നപ്പോൾ അസ്സലാമു അലൈക്കും ഓരെല്ലാവർക്കും ഒരു കൈ കൊടുത്തിട്ട്, നിങ്ങൾ അവിടുന്ന് പഠിച്ചതാണ്, അൽഹംദുലില്ലാ, നിങ്ങൾ ആ പഠിച്ച നല്ലത് ഇവിടെ ചെലവാക്കിയപ്പോൾ അത് വലിയൊരു കാര്യമായി. അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. അങ്ങനെ നിങ്ങൾ അതേപോലെ തന്നെ ഗൾഫിൽ പോയി വരുന്ന നമ്മളെ പെണ്ണുങ്ങൾ, ഹുർലിയും പർദ്ദക്കാരും നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. അതോടൊപ്പം നമ്മളെ ഗൾഫിൽ നിന്ന് വരുന്ന പെൺകുട്ടികളൊക്കെ എന്താണ്, ചെറിയ പെൺകുട്ടികളും വലിയവരും ഒക്കെ നല്ല പർദ്ദ ധരിച്ചിട്ട് അവർ നല്ല വസ്ത്രമൊക്കെ ധരിച്ചിട്ട് എല്ലാവർക്കും പർദ്ദ. അപ്പൊ ഈ പർദ്ദ ധരിക്കാൻ തുടങ്ങി നോക്കുമ്പോൾ അൽഹംദുലില്ലാ നമ്മളെ നാട്ടിൽ നല്ലൊരു വിപ്ലവമായി. ഞങ്ങൾ ഉസ്താദുമാർ എത്ര കാര്യം കരഞ്ഞു, മക്കളെ ഈ സാരി നല്ലതല്ലോ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആ കരച്ചിലൊന്നും ആളുകൾ കേട്ടില്ല. നിങ്ങൾ അവിടുന്ന് കുറച്ച് നല്ല പർദ്ദയെല്ലാം ധരിച്ചിട്ട് ഇവിടെ വന്ന് നല്ല റാഹത്തായിട്ട് ഇങ്ങനെ കണ്ടപ്പോൾ അതിപ്പോൾ ഒരു ഫാഷനായി. ഇപ്പൊ ഫാഷൻ കുറച്ച് കൂടിയിട്ടുണ്ട് എന്ന് മാത്രം അല്ലാഹ് കാക്കട്ടെ. യാ അല്ലാ, ഇന്നാണ് ഞാൻ 3 പെണ്ണുങ്ങൾ ഒരുമിച്ച് പോകുന്നത് കണ്ട്. ബസ്സിൽ വണ്ടിയിൽ ഇങ്ങനെ പോകും. എങ്ങനെ എല്ലാവരും ധരിച്ചിരിക്കുന്നത് ഈ കറുത്ത പർദ്ദ തന്നെ, ഒറ്റൊന്ന് തല മറച്ചിട്ടില്ല, തലയിലിടുന്ന തട്ടങ്ങനെ ചുമലിൽ വീണ് കിടക്കുന്നത്. ഇത് വലിയ ദുൽമാണ്, ഇത് വലിയ ദുൽമാണ് ചെയ്യുന്നത്. എന്താ, നേരത്തെ സാരിയും ചുറ്റിയിട്ട് തലമറക്കാണ്ട് പോകണ്ട, ഏതാ ജാതിന്ന് തിരിയില്ലായിരുന്നു. ഇപ്പൊ ഇത് ഇട്ടതോടുകൂടെ ജാതി തിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുണ്ട്. ഞാൻ തലയിൽ കെട്ടിയ ഒരു മൊയ്ലാരാ, ഞാൻ ഇങ്ങനെ തുണി മടക്കുത്തിയിട്ട് പോകണ്ട, എങ്ങനെ ഉണ്ടാവും? അല്ല, ഞാൻ ചെറിയൊരു മൊയ്ലാരെന്നല്ല, കാര്യമായ മൊയ്ലാരല്ല. ഞാനിങ്ങനെ ഇതെല്ലാം തുണി മാറിക്കെട്ടിയിട്ട് പോകണ്ട, നിങ്ങൾക്ക് എങ്ങനെ തോന്നും? അതേ തോന്നൽ നമുക്ക് തോന്നുന്നുണ്ട് ഈ പെണ്ണുങ്ങൾ പർദ്ദട്ടിട്ട് ഏതിടാണ്ട് തലമറക്കാണ്ട് പോണത് കാണുമ്പോൾ. ഇത് നിങ്ങൾ ഇസ്ലാമിനെ പരസ്യമായി അവഹേളിക്കലാണ്. ചെയ്യല്ല മക്കളെ, ചെയ്യല്ലേ. അങ്ങനെ നിങ്ങൾക്ക് തല മറച്ചുകൂടാന്നുണ്ടോ? എന്നാ പിന്നെ ഇത് അങ്ങ് ഒഴിവാക്കി. എന്നാ പിന്നെ നമ്മൾ ജാതി ഏതാൻ തിരിയില്ല. എന്താ ഉസ്താദേ? ഇയാൾ വളരെ ഗൗരവത്തിലാ വിഷയം നോക്കുന്നത്. അതാ നമ്മൾ ഓതനെന്നേ ഇയാൾ കുറച്ച് ഗൗരവമാക്കി. പിന്നെ ഇരിക്കട്ടെ, അള്ളാഹു നമുക്ക് ഖൈർ നൽകുമാറാവട്ടെ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, ഞാൻ എൻ്റെ പ്രവാസി സുഹൃത്തുക്കളോട്, നിങ്ങൾ വിചാരിച്ചാൽ നല്ലൊരു വിപ്ലവം ഉണ്ടാക്കാൻ സാധിക്കും, നല്ലൊരു വിപ്ലവം ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് പ്രവാസി സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് വിപ്ലവം ഉണ്ടാക്കാൻ സാധിക്കുന്ന 3 കാര്യം. ഒന്ന്, അഖീദയിൽ ഒരു വിപ്ലവം ഉണ്ടാക്കാൻ സാധിക്കും. എന്താണത്? ഇവിടെയൊക്കെ ആളുകൾക്കൊരു ധാരണയുണ്ട്, ഇവിടെ ഈ കേരളത്തിൽ ഈ സമസ്തയും ബാക്കിയുള്ളതൊക്കെ കൂടെ ഇവിടെ ഉള്ളൂ ഈ മാലിയും മൗലിദും ബാക്കിയുള്ളതും അതും ഇതും എന്നൊരു ധാരണ. നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ കുടുംബങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് കുടുംബങ്ങളോട് കിസ്സ പറയാം. കിസ്സ പറയാൻ കാലല്ലാഹു പറയൊന്നും വേണ്ടല്ലോ. കിസ്സ പറയാൻ കുറെ വൈഭവം ഉണ്ടാകുക, കുറെ ഭാഷാശുദ്ധി ഉണ്ടാകുക, അതൊന്നും വേണ്ടതില്ല. ഭക്ഷണമൊക്കെ കഴിച്ച് ഇരുന്നിട്ട് ഇങ്ങനെ കിസ്സ പറയാം നമ്മൾ തമ്മാമര്. ഞാൻ കിസ്സ പറയുമ്പോൾ സൗദിയിലെ കഥ പറയാം. എത്ര സുന്നികളായ ആളുകളാണ് അവിടെ,
എന്താ അവിടെ സുന്നത്ത് ജമാഅത്തിന്റെ ശക്തി? അറബികളിൽ ഭൂരിഭാഗവും അങ്ങനെയാണ്. ഞാൻ അവിടെ ബുർദന്റെ മജ്ലിസിൽ പോകാറുണ്ട്, ഞാൻ അവിടെ മൗലിദിന്റെ മജ്ലിസിൽ പോകാറുണ്ട്. അപ്പൊ അവിടെ മൗലിദുണ്ട്, അവിടെ ബുർദയുണ്ട്. അവിടെ നിങ്ങൾ പറയും ഇപ്പൊ റമളാനു ഷരീഫ് അടുത്തു. ഞാൻ കൂടുതൽ ഖത്തറിലും UAE-യിലും അതുപോലെ തന്നെ ബഹ്റൈനിലും അവിടെയൊക്കെ പോയപ്പോൾ കണ്ടിട്ടുണ്ട്. എന്താണ്, നോമ്പ് തുറക്കേണ്ട ടൈമാകുമ്പോൾ അറബികളെ വീട്ടിൽ നിന്ന് ഭക്ഷണം വരുന്നു. ഏത് ഭാഗത്ത് എവിടേക്ക് വരുന്നു? പള്ളിയിലേക്ക് ഭക്ഷണം വരുന്നു. അടുത്ത വീടുകളിൽ നിന്നൊക്കെ പള്ളിയിലേക്ക് ഭക്ഷണം. അതുപോലെ തന്നെ വീട്ടുകാർ ആ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം ഈ വീട്ടിലേക്ക്, ഇവിടുത്തെ ഭക്ഷണം ആ വീട്ടിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നു. ഇത് അവർ തമ്മിലുള്ള കുടുംബ ബന്ധവും മാനുഷിക ബന്ധവും ഊട്ടി ഉറപ്പിക്കാൻ ആർക്ക് വേണ്ടിയാണ് പള്ളിയിലേക്ക് ഭക്ഷണം കൊടുത്തയക്കുന്നത്? ഒരുപാട് നാട്ടിൽ നിന്ന് തൊഴിലാളികളായി കഴിയുന്നവരും മറ്റും യാത്രക്കാരും മറ്റുമൊക്കെ പള്ളിയിൽ നോമ്പ് തുറക്കാൻ എത്തിയപ്പോഴും അവരൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് വീട്ടുകാർക്ക് കഴിക്കാനുണ്ടാക്കിയ ബിരിയാണി ഏതാണോ അതേ ബിരിയാണിയും അലീസയും പള്ളിയിലേക്ക് കൊടുത്തയക്കുന്ന പതിവ് അറബികൾക്കുണ്ട്, ഇല്ലേ? അറബികൾക്കുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാർ, ആദ്യം അവർ എവിടെയും കൊടുത്തയക്കുന്നു, പരിസരത്തുള്ള വീടുകളിലേക്ക് കൊടുത്തയക്കുന്നു. ആ അറബിയിൽ നിന്ന് ജോലി ചെയ്തിട്ട് ചെറിയ കാശ് കിട്ടിയിട്ട് നമ്മൾ വീടുണ്ടാക്കി, വീടിന് മതിൽ കെട്ടി, നമ്മളുണ്ടാക്കിയ ഭക്ഷണം നമ്മക്ക് മാത്രം, ആർക്കും കൊടുക്കൂല. നിങ്ങളൊരു വിപ്ലവത്തിന് ഒരുങ്ങണം. പഴയ കാലത്ത് അറബികൾ ഇന്ന് ചെയ്യുന്നത് പഴയ കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ബറാഅത്തിനും മെഹ്റാജിനും റബീഉൽ അവ്വലും അവിടെ ഉണ്ടാക്കിയ ചക്കരച്ചോറ് ഇവിടെ കൊടുത്തേക്കും, ഇവിടുത്തെ കൽത്തപ്പ അങ്ങോട്ട് കൊടുത്തേക്കും, അവിടുത്തെ പത്തിരി ഇങ്ങോട്ട് കൊടുത്തേക്കും, അവിടുത്തെ പൂവട അങ്ങോട്ട് കൊടുത്തേക്കും. ഞാൻ 70-ൽ ഓത്ത് ആരംഭിച്ചപ്പോൾ ഞാൻ ദർസ് നിർത്തി വീട്ടിൽ വന്നത് ബറാഅത്തിൻ്റെ അന്നാ. അസർ നിസ്കരിച്ചിട്ട് യാസീൻ ഓതാൻ തുടങ്ങി. എല്ലാ വീടുകളിലും നടന്നിട്ട് ഏകദേശം സുബൈയായിട്ടുണ്ട് തിരിച്ചു വരുമ്പോൾ. അന്നെങ്ങനെ യാസീൻ ഓതുന്നത്? ഒരു വീട്ടിൽ പോയി യാസീൻ ഓതാൻ തുടങ്ങിയപ്പോൾ 4 വീട്ടുകാർ ചുറ്റുഭാഗത്തുള്ളവരൊക്കെ വന്നു. അവരൊക്കെ കൂടി ഒരു പലഹാരമൊക്കെ കഴിച്ച് യാസീൻ ഓതിയായിരുന്നു. അടുത്ത വീട്ടിലേക്ക് പോയി. അപ്പൊ ആ വീട്ടുകാരൊക്കെ അങ്ങോട്ട് വന്നു. അപ്പൊ അപ്പുറത്തെ വീട്ടിലേക്ക് പോയി, ആ വീട്ടുകാരൊക്കെ അങ്ങോട്ട് വന്നു. ഈ ഒരു ബന്ധം മനസ്സും ശരീരവും തമ്മിൽ അടുത്തിരിക്കൽ ഒരു കഴിവല്ല, ആണോ? ശരീരത്തെ തമ്മിൽ അടുപ്പിച്ചിരുത്തുന്ന ഒരു കഴിവാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ ആർക്ക് അവാർഡ് കൊടുക്കണം? അള്ളാ, നമ്മളെ കോഴിക്കോട് പോണ ടൗൺ ബസ് അതാ, ആ ടൗൺ ബസ്സിലെ കണ്ടക്ടർ മുന്നോട്ട് എന്ന് പറഞ്ഞു. നമ്മൾ നേരാന്ന് വിചാരിച്ച് പോയിട്ട് മുന്നോട്ട്. എന്നിട്ടോ ടൗൺ ബസ്സിൽ ഇങ്ങനെ നോക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ നിറഞ്ഞ്, അതിൽ ലിംഗ വ്യത്യാസമില്ല, ജാതി വ്യത്യാസമില്ല, നിറ വ്യത്യാസമില്ല, എല്ലാവരും അടുത്ത്. ആരെങ്കിലും ആ ബസ്സിലേക്ക് നോക്കിയിട്ട് പറയാറുണ്ടോ ഇവർ നമ്മൾ ഐക്യത്തിലാണ്? ഈ ബസ്സിൽ നല്ല യോജിപ്പാ, നല്ല ഐക്യാന്ന് ആരും പറയല്ല. എന്തുകൊണ്ട്? ശരീരം കൊണ്ട് മാത്രമേ അടുത്തിട്ടുള്ളൂ, മനസ്സുകൊണ്ട് ഒരാരും തമ്മിൽ അറിയണ്ടല്ല. അവർ സ്റ്റോപ്പിൽ നിർത്തണമെന്നില്ല, റെയിൽവേ ഗേറ്റ് അടച്ചാലും ഇതിൽ നിന്ന് കുറെ ആൾ ഇറങ്ങിപ്പോകും. അങ്ങനത്തെ ബന്ധമാവില്ല തമ്മിൽ അടുത്ത്. ഈ രൂപത്തിലുള്ള കുടുംബ ബന്ധം എന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ അസ്വാരസ്യങ്ങൾ ഉണ്ടാകും. സഹോദരിമാരെ, ഞാൻ നിർത്തുന്നു. ബഹുമാനപ്പെട്ട സയ്യിദുന അലിയുൻ കറമല്ലാഹു വജ്ഹ, അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മകൻ ഹസൻ റളിയല്ലാഹു അൻഹു, അലി തങ്ങളുടെ മറ്റൊരു വിഭാഗത്തിൽ ജനിച്ചിരിക്കുന്ന താബിഈയായ മുഹമ്മദുൽ ഹനീഫി, ഈ രണ്ടും അലി റളിയല്ലാഹു അൻഹുവിന്റെ മക്കളാണ്. ഒന്ന് സ്വഹാബിയാണ് ഹസൻ തങ്ങൾ, മുഹമ്മദുൽ ഹനീഫി താബിഈയാണ്. പക്ഷേ ഇക്കാക്കയും അനുജനും തമ്മിൽ ചെറിയൊരു സൗന്ദര്യപ്പണക്കം, സ്വാഭാവികം. ആ സൗന്ദര്യപ്പണക്കത്തിൽ അവർ രണ്ടാളും പിരിഞ്ഞു പോയപ്പോൾ ഹസൻ റളിയല്ലാഹുവിന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. ഞങ്ങൾ അങ്ങനെ പിരിയേണ്ടി വന്നല്ലോ. മുഹമ്മദുൽ ഹനീഫി തങ്ങൾ അതിനേക്കാൾ വിഷമിച്ചു. രണ്ടാളും തമ്മിൽ പ്രയാസായി. അവസാനം മുഹമ്മദുൽ ഹനീഫിയാകുന്ന അനുജൻ എന്ത് ചെയ്തു? ജ്യേഷ്ഠൻ ഒരു കത്ത് കൊടുത്തയച്ചു. എന്താ കത്ത്? രണ്ടാൾ തമ്മിൽ പിണങ്ങിയാൽ ആദ്യം ആരാണോ സലാം ചൊല്ലി നന്നാകാൻ വരുന്നത് അവർക്കാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠത അവർക്കാണ്. അപ്പൊ മുഹമ്മദുൽ ഹനീഫി തങ്ങൾ ഇക്കാക്കാക്ക് ഒരു കത്ത് കൊടുത്തയച്ചു. പ്രിയപ്പെട്ട യാഹി, ജ്യേഷ്ഠനെ വിളിച്ചുകൊണ്ട്, നിങ്ങൾ റസൂലുള്ളാഹിയുടെ പേരക്കുട്ടിയാണ്, നിങ്ങൾ മുത്തുനബിയുടെ മടിത്തട്ടിൽ കളന്ന് വളർന്ന ആളാണ്, നിങ്ങൾക്ക് റസൂലുള്ളാഹി മധുരം തന്ന ആളാണ്, നിങ്ങൾ അലി റളിയല്ലാഹുവിന്റെ മകനാണ്, നിങ്ങൾ ഫാത്തിമ ബീവിയുടെ മോനാണ്, നിങ്ങൾ ഒരുപാട് ശ്രേഷ്ഠതകൾ ജ്യേഷ്ഠനുള്ളതെല്ലാം വെച്ചൊരു കത്തെഴുതിയിട്ട് അതിന്റെ ചുവട്ടിൽ എഴുതി, നാം തമ്മിലുള്ള പിണക്കത്തിൽ ആദ്യം സലാം ചെല്ലുന്നവർക്കല്ലേ ശ്രേഷ്ഠത, ആ ശ്രേഷ്ഠത ഇക്കാക്കാക്ക് കിട്ടട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് അനുജൻ. മുഹമ്മദുൽ ഹനീഫി തങ്ങൾ കത്ത് കൊടുത്തയച്ചത് എങ്ങനെയാ? സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ഒരു കത്ത് ഞമ്മക്കാ കിട്ടിയത് എന്ന് വെക്കാം. എന്നാ നമ്മൾ ഇപ്പൊ തെറ്റിയാലും പോരാ, അതിന്റെ പുറമെ കണ്ടങ്ങൾ നമ്മൾ അങ്ങോട്ടാ ചിന്തിക്കുക. സുബ്ഹാനല്ലാഹ്, ഹസൻ റളിയല്ലാഹു അൻഹുവിന് ഈ കത്ത് കിട്ടി. കത്തിങ്ങനെ വായിച്ചിട്ട് അതിന്റെ ലാസ്റ്റ് ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, നമ്മൾ തമ്മിലുള്ള പിണക്കത്തിൽ ആദ്യമാരാണോ സലാം ചെല്ലുന്നത് അവർക്കല്ലേ ശ്രേഷ്ഠത,
അതുകൊണ്ട് മുത്തുനബിയുടെ മടിത്തട്ടിൽ വളർന്ന് ഏറ്റവും ശ്രേഷ്ഠ സമ്പാദിച്ച നിങ്ങൾക്ക് ഈ വിഷയത്തിലും നിങ്ങൾക്ക് അല്ലാഹു കൂടുതൽ പ്രതിഫലം തരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതങ്ങ് വായിച്ചപ്പോൾ ഉടനെ തന്നെ കണ്ണുനീർ നിറച്ചുകൊണ്ട് ഹസൻ റളിയല്ലാഹു അൻഹു നേരെ അനുജനായ മുഹമ്മദുൽ ഹനീഫി തങ്ങളോട് ചെന്നിട്ട് അസ്സലാമു അലൈക യാ അഖീ, ഓ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിൽ ജീവിച്ചിരിക്കുന്ന ആളുകളെ മനസ്സ് നോക്കൂ നിങ്ങൾ. ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബുഹും ലിത്തഖ്വാ, അള്ളാഹു തഖ്വക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ആളുകളെ ശരീരം തമ്മിലല്ല യോജിപ്പ്, അവരെ മനസ്സുമാണ്. അപ്പോഴാണ് മശ്രിക്കിലുള്ള ആളും മഗ്രിബിലുള്ള ആളും, ഇപ്പൊ അബൂദാബിയിൽ നിങ്ങൾ പോയാലും ഇവിടെ കൂടിയാലും നിങ്ങളെ കുടുംബങ്ങളും കൂട്ടുകാരും സംഘടനയും ബന്ധുക്കളും എവിടെയാണെങ്കിലും അത് ഭൂമിയുടെ ദൈർഘ്യം നാം തമ്മിലുള്ള ബന്ധത്തിന് തടസ്സമല്ല. അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുൻയാൻ, ഒരൊറ്റ ശരീരം പോലെ, ഒരൊറ്റ ബിൽഡിംഗ് പോലെ എന്നൊക്കെ പറഞ്ഞത് മനസ്സും തമ്മിലാണ്. പ്രവാസി സുഹൃത്തുക്കളെ, നിങ്ങളെ കുടുംബങ്ങൾ തമ്മിൽ നിങ്ങൾ മാത്രം പരിചയപ്പെട്ടാൽ പോരാ, നിങ്ങൾ കുടുംബങ്ങൾ തമ്മിൽ പരിചയപ്പെടണം. കുടുംബങ്ങൾ ഒന്നായിട്ട് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഞാനിനി പൊതുവെ തന്നെ എൻ്റെ സഹോദരന്മാരോട് പറയുകയാണ്, ഇന്ന് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ, ഒരു വീട്ടിൽ തന്നെ 8 ആൾ താമസിക്കുന്നുണ്ട്, അവരെന്നെ തമ്മിൽ കാണൽ പലപ്പോഴും അപൂർവ. രാവിലെ എഴുന്നേറ്റിട്ടൊരു വീട്ടിൽ വരുന്ന ആളോടല്ല ജ്യേഷ്ഠനോടെ പോയി, ജ്യേഷ്ഠന് ഞാൻ തെങ്ങാൻ കണ്ടതാണ്, ഞാൻ അവിടെ ഉണ്ട് എന്നാ തോന്നുന്നത്, കണ്ടോ? ഇങ്ങനെയായാൽ പറ്റൂല. ഏതൊരു വാപ്പയും ഒരു ദിവസത്തിൽ 3-4 നേരം ഭക്ഷണം കഴിക്കാൻ, ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കുടുംബങ്ങൾ കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുക. ഞാൻ ഭക്ഷണത്തിന്റെ ഹാളിൽ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കുക. വാപ്പ 2 കൈ കഴുകിയിട്ട് മക്കളെ കാണിക്കുക. ഭക്ഷണത്തിന് തളികയിൽ വന്നിരിക്കുമ്പോൾ വാപ്പ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉറക്ക ഒരു ബിസ്മി ചൊല്ലുക, ഒരു ഫസ്റ്റ് ബെല്ല്. എന്നിട്ട് വാപ്പ ഭക്ഷണം വിളമ്പി കൊടുക്കാൻ തുടങ്ങുമ്പോൾ കാന യുഹിബ്ബു തയാമിന ഫീ ഉമൂരി കുല്ലിഹ, വലഭാഗത്തേക്ക് ഇങ്ങനെ ഭക്ഷണം വിളമ്പി കൊടുക്കുക. അങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണങ്ങളൊക്കെ എല്ലാവരും തളികയിലായാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കഴിക്കാൻ പഠിപ്പിക്കുക, വലത് കൈ കൊണ്ട് ഇങ്ങനെ നമ്മുടെ കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഏറ്റവും കൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്നതിന് മതിയാകുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ഞാൻ നിർത്തുന്നു. ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹ്ശറ മുറ്റത്ത് സൂര്യന്റെ ശക്തമായ ചൂട്, നരകത്തിന്റെ ഒരു സൈസ് പുക, ഇത് രണ്ടും കൂടിയപ്പോൾ അന്തം വിട്ട് അന്താളിച്ച് നിൽക്കാണ് ആളുകളൊക്കെ. യാ റബ്ബ്, ആ സമയത്ത് ആ സൂര്യന്റെ ചുവട്ടിലൂടെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ഒരു കൊട ചൂടിയതുപോലെ ഒരു മേഘം ഇങ്ങനെ നേരിട്ട് കൊടുത്തിട്ട് കുറച്ച് ആളുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. ആരാണത്? നരകത്തിന്റെ പുകയിൽ നിന്നും സൂര്യന്റെ ചൂടിൽ നിന്നും അവനെ കാക്കാൻ ഫജാഅതുഹു സദഖതുഹു ഫസാറത്ത് സിത്റൻ അലാ വജീഹി വളില്ലൻ അലാ റഅസിഹി. ഭൂമിയിൽ വെച്ച് കുടുംബങ്ങളെയോ യതീമുകളെയോ പാവപ്പെട്ടവരെയോ കഷ്ടപ്പെടുന്നവനെയോ സഹായിക്കുന്നതിന് വേണ്ടി സദഖ ചെയ്തിട്ടുണ്ടോ, ആ സദഖ നാളെ ആഖിറത്തിൽ അവന് സൂര്യന്റെ ചുവട്ടിൽ ഒരു കുടയായി വരും, ഒരു തണലായി വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആകയാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഫിൽ ജന്നത്തി ദാറൻ യുഖാലു ലഹാ ദാറുൽ ഫറഹ്, സന്തോഷത്തിന്റെ ദാറുൽ ഫറഹ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലം സ്വർഗത്തിൽ പ്രത്യേകമുണ്ട്. ലാ യദ്ഖുലുഹാ ഇല്ലാ മൻ ഫറഹ യതാമൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾ അനാഥകൾ, ആ അനാഥകളെ സഹായിച്ചവൻ, അവരെ സന്തോഷിപ്പിച്ചവൻ, വിധവകളെ സഹായിച്ചവൻ, സന്തോഷിപ്പിച്ചവൻ, അങ്ങനെ സഹായങ്ങൾ ചെയ്തു കൊടുത്ത ആളുകൾക്ക് മാത്രം താമസിക്കാൻ ഒരു AC റൂം വേറെ തന്നെ ദാറുൽ ഫറഹുണ്ട്. ഇങ്ങനെ ഖുർആൻ ഓർമ്മപ്പെടുത്തിയ, ഹദീസുകൾ പഠിപ്പിച്ച ആ സ്വർഗത്തിലേക്ക് ഉമ്മമാരെ മുത്തുനബിയോടൊപ്പം ഒരു താമസം, ഉമ്മമാരെ സിദ്ദീഖ് തങ്ങളോടൊപ്പം ഒരു താമസം, ഉമ്മമാരെ നമുക്ക് ഉമർ ഖത്താബ് തങ്ങളോടൊപ്പം ഒരു താമസം, സഹോദരങ്ങളെ നമുക്ക് ഫാത്തിമ ബീവിക്കൊപ്പം ഒരു താമസം, നമുക്ക് ആയിഷ ബീവിയുടെ കൂടെ ഒരു താമസം, നമുക്ക് നഫീസത്തുൽ മിസ്രിയ ബീവിയോട് കൂടെ ഒരു താമസം, നമുക്ക് അല്ലലും അലട്ടുമില്ലാത്ത ലോകത്ത് ഒരു താമസം, മൂത്രമൊഴിക്കലും കാഷ്ടിക്കലും ഇല്ലാത്ത ഒരു താമസം, നമുക്ക് ഹസദും അസൂയയും ഇല്ലാത്ത ഒരു ലോകത്തെ താമസം, അല്ലാഹ് കസ്തൂരിയുടെ ലോകത്ത് ഒരു താമസം. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണവാർത്ത അറിഞ്ഞിട്ട് ജന്നത്തുൽ ബഖീൽ സ്വഹാബാക്കൾ ഖബർ കുഴിക്കുകയാണ്. ആ ഖബർ കുഴിക്കുന്ന സമയത്ത് ഓരോ കൊത്ത് മണ്ണും എടുക്കുമ്പോൾ മണ്ണിനടിയിൽ നിന്ന് കസ്തൂരിയുടെ വാസന വരുന്നു. അടിയിലേക്ക് പോകുന്തോറും കസ്തൂരിയുടെ വാസന കൂടിക്കൂടി വരുന്നു. എന്താ കാര്യം? സഅദ് തങ്ങളെ ജനാസ വരുന്ന സ്ഥലത്തേക്ക് സ്വർഗത്തിന്റെ വാതിൽ അല്ലാഹു തുറന്നു വെച്ചിരിക്കുന്നു.
അത്രയും അകലേക്ക് കേൾക്കുന്ന സ്വർഗത്തിന്റെ വാസന മാതാപിതാക്കളെ വെറുപ്പിച്ചവർക്ക് കേൾക്കാൻ സാധ്യമല്ലെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് കുടുംബം എന്ന വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അറ്റുപോകുന്ന കണ്ണികളെ വിളക്കി ചേർക്കലല്ലാതെ ഒരു കണ്ണി അറ്റുപോകാൻ സഹായകമാകുന്നത് നമ്മിൽ നിന്ന് ഉണ്ടാകരുതേ എന്ന് ഈ കുടുംബ സംഗമത്തിൽ എന്നോടും നിങ്ങളോടും ഉണർത്തി സിറാജുൽ ഹുദ ഒരുക്കിയിരിക്കുന്ന ഈ കുടുംബ സംഗമത്തിന്റെ ഒരു കട്ടൻ ചായയാണ് ഇപ്പം നിങ്ങൾക്ക് തന്നത്. വിഭവ സമൃദ്ധമായ സൽക്കാരം ഇൻഷാ അള്ളാഹ് നിസ്കാരത്തിന് ശേഷം പേരോട് ഉസ്താദിൻ്റേത് ലഭിക്കും. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. നിലമ്പൂരിൽ ഞങ്ങൾ നടത്തുന്ന മജ്മഉ സഖാഫത്തുൽ ഇസ്ലാമിയ എന്ന സ്ഥാപനം അത് ക്രൈസ്തവ മിഷനറിയുടെ പ്രവർത്തനം കൊണ്ട് പ്രയാസപ്പെട്ടൊരു ഏരിയയാണ്. 40 കുട്ടികളെ കൊണ്ട് തുടങ്ങിയ സ്ഥാപനത്തിൽ ഇപ്പോൾ 1400 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഏകദേശം 500ഓളം കുട്ടികൾ താമസിച്ച് പഠിക്കുന്നതാണ്. യതീം മക്കളും പാവപ്പെട്ട കുട്ടികളും എല്ലാം ഉണ്ട്. നിങ്ങൾ ദുആ ചെയ്യണേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഇനി അങ്ങോട്ടുള്ള നാളുകൾ ദുആഇൻ്റേതാണ്, ഇഅ്തികാഫിൻ്റേതാണ്, ഖുർആനിൻ്റേതാണ്. മലായിക്കത്തുകൾ വീട്ടിലും നാട്ടിലും നിറഞ്ഞു നിൽക്കുന്നതാണ്. ആ സമയത്ത് പ്രാർത്ഥനയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പങ്കാളികളാക്കാം. നമുക്കെല്ലാവർക്കും നമ്മുടെ ഈ തറവാട്ടിലെ കാരണവരായ ബഹുമാനപ്പെട്ട ഉള്ളാളത്തെ തങ്ങൾ, ബഹുമാനപ്പെട്ട MA ഉസ്താദ്, ബഹുമാനപ്പെട്ട ചിത്താരി ഉസ്താദ്, എല്ലാമായ ഷേഖുന AP ഉസ്താദ്, അള്ളാഹുവേ അവരുടെ തണൽ ഞങ്ങൾക്ക് ദീർഘകാലം നിലനിർത്തി തരണേ അള്ളാഹ്. അവർക്കൊക്കെ വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശഅബാന وبلغنا اللهم شهر رمضان ووفقنا للقيام والصيام وتلاوة القرآن ولسائر الخيرات آناء الليل وأطراف النهار يا ذا الجلال والإكرام. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار يا عزيز يا غفار.